വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ഇൻകം ടാക്സിലെ ഫസ്റ്റ് ബ്ലോക്കിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു HUF അല്ലെങ്കിൽ ഒരു ഫേം അല്ലെങ്കിൽ ഒരു കമ്പനി, അപ്പോൾ ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ടാക്സ് കൊടുക്കേണ്ട വ്യക്തികൾ അല്ലേ. അപ്പം ഇവരുടെ ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ഏതൊക്കെ ഇൻകത്തിൻ്റെ മുകളിൽ ഇവർക്ക് ടാക്സ് കൊടുക്കണമെന്ന് അറിയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അറിയണം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഓരോരുത്തരുടെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഇപ്പോൾ ഓരോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിലും എങ്ങനെയാണ് അവരുടെ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം നോക്കൂ, ഇവിടെ അണ്ടർ സെക്ഷൻ 4 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് 1961, അതായത് ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 4ലാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഒരു പേഴ്സന്റെ ടാക്സ് ലയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഒരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിലാണ്. അതായത് ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ അയാൾ ടാക്സ് കൊടുക്കേണ്ട ഇൻകംസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അയാൾ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട ടാക്സ് ലയബിലിറ്റി ഇൻകം ഏതൊക്കെയാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു അസസിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? അതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. നോക്കൂ, ഇവിടെ കാറ്റഗറീസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഇവിടെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു അസസിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പ്രീവിയസ് ഇയറിൽ അയാൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻകം അയാൾക്ക് ഏതൊക്കെ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടോ ആ സോഴ്സ് ഓഫ് ഇൻകത്തിൻ്റെ ഒക്കെ ടാക്സ് ലയബിലിറ്റി ഈ ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി നോൺ റെസിഡൻ്റ് ആണെങ്കിൽ അയാളുടെ സോഴ്സ് ഓഫ് ഇൻകം ഒക്കെ നമ്മളൊരു നോൺ റെസിഡൻ്റ് എന്നുള്ള കാറ്റഗറി വെച്ചിട്ടാണ് അയാളുടെ ടാക്സ് ലയബിലിറ്റി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓരോ പ്രീവിയസ് ഇയറിലും ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഈ ഒരു പ്രീവിയസ് ഇയറിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഫേമോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ റെസിഡൻ്റ് ആണെങ്കിൽ ഇനി വരുന്ന പ്രീവിയസ് ഇയറിൽ ചിലപ്പോൾ അയാൾ റെസിഡൻ്റ് ആയിക്കോളണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ നോക്കാം നമുക്കിവിടെ കാറ്റഗറീസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ പ്രധാനമായിട്ടും നമ്മൾ രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തതാണ് റെസിഡന്റ് എന്നും നോൺ റെസിഡന്റ് എന്നും അല്ലെ. അപ്പൊ ഇവിടെ റെസിഡന്റ് നോൺ റെസിഡന്റ് എന്നൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരാളെ അല്ലെങ്കിൽ ഒരു അസസിയെ നമ്മൾ റെസിഡന്റ് ആണ് എന്ന് എങ്ങനെയാണ് പറയുക? അവര് ഇന്ത്യയിൽ നിൽക്കുന്നതിനുള്ള ചില കണ്ടീഷൻസ് അവർ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അതായത് റെസിഡൻസ് ഹു മീറ്റ് സെർട്ടൈൻ സ്റ്റേ കണ്ടീഷൻ ഇൻ ഇന്ത്യ അല്ലെ. ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുന്നതിന്റെ ചില കണ്ടീഷൻസ് അവര് മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിലാണ് അയാളെ നമ്മൾ റെസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ കണ്ടീഷൻസ് ഏതോ ആണെന്ന് ആദ്യം നമുക്ക് അറിയണം അല്ലെ. ഇപ്പോ ഈ റെസിഡന്റിനെ വീണ്ടും നമുക്ക് ഓർഡിനറിലി ആൻഡ് നോട്ട് ഓർഡിനറിലി എന്ന് തരംതിരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ ഓർഡിനറിലി ആണോ നോട്ട് ഓർഡിനറിലി ആണോ എന്നൊക്കെ തരംതിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ റൂൾസ് അപ്ലിക്കബിൾ ആകുന്നത് 4 ടൈപ്പ് ഓഫ് അസസിക്കാണ്. ആരൊക്കെയാണ്? ഇൻഡിവിജ്വല്, നോൺ കമ്പനി പ്ലൂറൽസ്, ദാറ്റ് മീൻസ് HUF, അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ഫേംസ്. പിന്നെന്താണ്? കമ്പനി. മൂന്നാമത്തത് കമ്പനീസ്. നാലാമത്തത് അതർ പേഴ്സൺ. ഇങ്ങനെ ഈ 4 കാറ്റഗറിക്കാർക്കാണ് അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള റൂൾസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ റെസിഡന്റ്, നോൺ റെസിഡന്റ്, അതേപോലെ തന്നെ നോട്ട് ഓർഡിനറി റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റ്. ഇതൊക്കെ എന്തിന്റെ ബേസിലാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ചില റൂൾസിന്റെ ബേസിലാണെന്ന് പറഞ്ഞു അല്ലെ.
അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം, അതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുന്നതിന് ഒരു ബേസിക് ഒരു 2 പാർട്ട് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ ബേസിക് കണ്ടീഷൻസ് എന്നും സെക്കൻഡ് പാർട്ടിനെ നമ്മൾ അഡീഷണൽ കണ്ടീഷൻസ് എന്നും പറയും. ഈ ബേസിക് പാർട്ടിൽ 2 കണ്ടീഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ അഡീഷണൽ കണ്ടീഷൻസിലും 2 കണ്ടീഷൻസ് വരുന്നുണ്ട്. ഇവിടെ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 പ്രകാരം ഒരു ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ ഈ ഇൻഡിവിജ്വൽ റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ റെസിഡന്റ് ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് നോക്കിയാൽ മതി, അവര് ഓർഡിനറിലി ആണോ നോട്ട് ഓർഡിനറിലി ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ ഒരു വ്യക്തി റെസിഡന്റ് ആവണമെങ്കിൽ പ്രധാനമായിട്ടും 2 ബേസിക് കണ്ടീഷൻ ഉണ്ട്. അതിലേതെങ്കിലും ഒരു കണ്ടീഷൻ അയാൾ സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ റെസിഡന്റ് ആയി. അപ്പൊ ഏതൊക്കെയാണ് 2 കണ്ടീഷൻ നോക്കൂ. ഒന്നാമത്തെ കണ്ടീഷൻ, he must physically present in India for a period of 182 days or more during the relevant previous year. അതായത് റെലവന്റ് പ്രീവിയസ് ഇയറിൽ 182 ദിവസമോ അതിൽ കൂടുതലോ അയാൾ ഇന്ത്യയിൽ പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അത് റെഗുലറായി നിൽക്കണം എന്ന് നിർബന്ധമില്ല. റെലവന്റ് പ്രീവിയസ് ഇയറിലെ ഒരു 182 ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അയാൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അയാളെ നമുക്ക് എന്തായിട്ട് പറയാം, റെസിഡന്റ് ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ കണ്ടീഷൻ അയാൾ 182 ഡേയ്സ് ഇന്ത്യയിൽ ഇല്ല. അപ്പൊ ഈ കണ്ടീഷൻ അയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിലും രണ്ടാമത്തെ കണ്ടീഷൻ നോക്കൂ, ഹി മസ്റ്റ് ബി ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 60 ഡേയ്സ് ഓർ മോർ. അല്ലെ, അതായത് 60 ഡേയ്സ് മതി. പ്രീവിയസ് ഇയറിലെ 182 ഡേയ്സ് എന്നുള്ളത് 60 ഡേയ്സ് നിന്നാലും അയാൾ റെസിഡന്റ് ആവും. പക്ഷേ അതിനോടൊപ്പം തന്നെ വേറൊരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്. എന്താണ്? 365 ദിവസം. അതായത് പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുമ്പത്തെ 4 വർഷത്തിൽ അയാൾ ഒരു 365 ഡേയ്സ് എവിടെ ഉണ്ടായിരിക്കണം? ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ഒരാൾ സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ റെസിഡന്റ് ആയി. ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ 60 ഡേയ്സിന്റെ കേസ് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ 2 വിഭാഗം ആൾക്കാർക്ക് ഈ ഒരു 60 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതിയാവില്ല. അതായത് നമ്മൾ പറഞ്ഞു ഒരു ഇൻഡിവിജ്വൽ റെസിഡന്റ് ആവണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ 2 വിഭാഗം ആൾക്കാർക്ക് ഈ ഒരു കണ്ടീഷൻ മാത്രം, ഫസ്റ്റ് കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ അവർ റെസിഡന്റ് ആവുകയുള്ളൂ. ഒന്നാമത്തത്, ഇപ്പോ ഒരു ഇന്ത്യൻ സിറ്റിസൺ അയാൾ ഒരു ഷിപ്പ് ക്രൂ ആയിട്ട് ഔട്ട്സൈഡിലേക്ക് പോവുകയാണ്. ജോലിക്ക് ആവശ്യമായിട്ട് ക്രൂ മെമ്പർ ആയിട്ട് അയാൾ എന്ത് ചെയ്യാണ്, ഒരു ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഫോറിൻ കൺട്രികളിലേക്ക് പോവുകയാണ്. അയാൾ അവിടെ ജോലി ചെയ്യാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ നമുക്ക് റെസിഡന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു വ്യക്തി അയാള് അബ്രോഡിൽ നിന്ന് ഇടയ്ക്ക് ഇന്ത്യയിലേക്ക് വിസിറ്റിന് വരികയാണെന്ന് വിചാരിച്ചു, ഇന്ത്യയെ വിസിറ്റ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെയുള്ള ആളും 182 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ റെസിഡന്റ് ആവുകയുള്ളൂ. ഓക്കെ, ഇത്രേ പറയുന്നുള്ളൂ. 2 അഡീഷണൽ കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ബേസിക് കണ്ടീഷനിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പ്രീവിയസ് ഇയറിൽ ശ്രദ്ധിക്കണം, പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. 182 ഡേയ്സ് ഓർ മോർ, അല്ലെ, അതിൽ കൂടുതൽ അയാൾ ഇന്ത്യയിൽ പ്രസന്റ് ആവണം. ഇനി 182 ഡേയ്സ് ഇല്ല എങ്കിലും 60 ഡേയ്സ് മതി. ഇനിയിപ്പോ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഉണ്ടെങ്കിലും അയാൾ റെസിഡന്റ് ആയി കണക്കാക്കും. അതായത് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സും അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയറിന്റെ തൊട്ടു മുമ്പത്തെ 4 വർഷങ്ങളിലായിട്ട് അയാള് 365 ഡേയ്സും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ എന്തായി? റെസിഡന്റ് ആയി. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി, ഇതോ അല്ലെങ്കിൽ ഇതോ സാറ്റിസ്ഫൈ ചെയ്താൽ മതി, അല്ലെ. എക്സെപ്ഷൻ കേസുകൾ നമ്മൾ പറഞ്ഞു.
ഇനി ഇതിൽ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ എന്തായി? നോൺ റെസിഡന്റ് ആയി മാറി. ഓക്കെ, അപ്പൊ ഇനി ഇപ്പൊ റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതായത് ബേസിക് കണ്ടീഷനിലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, അതോട് കൂടിയിട്ട് അയാൾ റെസിഡന്റ് ആയി. ഇനി അയാൾ ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ട്. ഈ അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഓർഡിനറി റെസിഡന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് എങ്ങനെയാ പറയാ? ഒരു വ്യക്തി ഒരു കണ്ടീഷനോ അല്ലെങ്കിൽ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അയാള് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവും. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അഡീഷണൽ കണ്ടീഷൻസ്. അഡീഷണൽ കണ്ടീഷൻസ് രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഒരു വ്യക്തി ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ ഇയാള് ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ആൻഡ് എന്നാണ് പറയുന്നത് അല്ലെ, ഓർ അല്ല. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, ഇത് രണ്ട് കണ്ടീഷനും, ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമേ അയാളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ എന്തൊക്കെയാണ് അഡീഷണൽ കണ്ടീഷൻ എന്ന്. ഒന്നാമത്തതാണ്, ഇഫ് ഹി ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 2 out of the 10 years preceding the previous year. എന്താ അവിടെ പറയുന്നത്? പ്രീവിയസ് ഇയറിന്റെ തൊട്ടു മുമ്പത്തെ 10 വർഷങ്ങളിലായിട്ട്, തൊട്ടു മുമ്പുള്ള 10 വർഷങ്ങളിൽ ഏതെങ്കിലും 2 വർഷം അയാൾ എന്തായിരിക്കണം? റെസിഡന്റ് ആയിരിക്കണം. ഓക്കെ, റെസിഡന്റ് ആവാനുള്ള കണ്ടീഷൻ നമ്മൾ അവിടെ ബേസിക് കണ്ടീഷനിൽ പറഞ്ഞു അല്ലെ. അപ്പൊ ആ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത വ്യക്തിയാണ് ആരാവുന്നത്? റെസിഡന്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ റെസിഡന്റ് ആയാൽ പിന്നീട് നമുക്ക് തെളിയിക്കാനുള്ളത് എന്താണ്? ഇയാള് ഓർഡിനറി റെസിഡന്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വ്യക്തി ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ ബേസിക് കണ്ടീഷനിലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ അതിനുശേഷം അഡീഷണൽ കണ്ടീഷൻ രണ്ടും അയാൾ സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ അഡീഷണൽ കണ്ടീഷനിലെ ഒന്നാമത്തെ കണ്ടീഷൻ ആണ് എന്ത്? പ്രീവിയസ് ഇയറിന് തൊട്ടു മുമ്പത്തെ 10 വർഷങ്ങളിൽ ഏതെങ്കിലും 2 വർഷം അയാൾ എന്തായിരിക്കണം? റെസിഡന്റ് ആയിരിക്കണം. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കൂ, ഹി ഹാസ് ബീൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് or periods amounting in all to 730 days or more during 7 previous year preceding the previous year. അല്ലെ, എന്താ ഇവിടെ പറയുന്നത്? പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 വർഷങ്ങളിലായിട്ട് 730 ഡേയ്സ് അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 10 വർഷങ്ങളിൽ ഏതെങ്കിലും 2 വർഷം അയാൾ റെസിഡന്റ് ആയിരിക്കുകയും വേണം. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പത്തെ 7 വർഷങ്ങളിൽ, തൊട്ട് മുമ്പുള്ള 7 വർഷങ്ങളിലായിട്ട് 730 ഡേയ്സ് അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും വേണം. അപ്പോൾ ബേസിക് കണ്ടീഷനിലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും അഡീഷണൽ കണ്ടീഷൻ രണ്ടും ഒരുമിച്ച് ബോത്ത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമുക്ക് അയാൾ എന്ത് വിളിക്കാൻ പറ്റുകയുള്ളൂ? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വരുന്ന ഡൗട്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ 2, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 182 ഡേയ്സ് അല്ലെ, 182 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരിക്കണം. അതാണ് ബേസിക് കണ്ടീഷനിൽ ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞത്. ഇത് റെഗുലർ ആയിരിക്കണമോ? അതായത് പ്രീവിയസ് ഇയറിൽ അയാള് റെഗുലർ ആയിട്ട് തുടർച്ചയായിട്ട് 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടാവണം എന്നാണോ പറയുന്നത്? അല്ല. നമുക്ക് പ്രീവിയസ് ഇയറിലെ എല്ലാം കൂടെ കൂട്ടിയിട്ട്, അതിപ്പോ ചില മന്തിൽ അയാൾ 30 ഡേയ്സ് ഉണ്ടാവും, ചില മന്തിൽ 20 ഡേയ്സ് ഉണ്ടാവും. അങ്ങനെ പ്രീവിയസ് ഇയറിലെ റെഗുലർ ആയിട്ട് അയാൾ 182 ദിവസം നിൽക്കണം എന്ന് നിർബന്ധമില്ല. എല്ലാം കൂടെ കൂട്ടിയിട്ട് 182 ഡേയ്സ് ഓർ മോർ ഉണ്ടായാൽ മതി. അതേപോലെ തന്നെ ഡിഫറെന്റ് പ്ലേസിലായാലും കുഴപ്പമില്ല. അതായത് ഇന്ത്യയിൽ ഒരേ സ്ഥലത്ത് റെഗുലർ ആയിട്ട് 182 ഡേയ്സ് നിൽക്കണം എന്നല്ല പറയുന്നത്, ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അത് ഏത് സ്ഥലത്താണെങ്കിലും കുഴപ്പമില്ല, റെഗുലർ ആയിരിക്കണം എന്ന് നിർബന്ധവുമില്ല. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? അതേപോലെ തന്നെ നമ്മൾ 365 ഡേയ്സിന്റെ കേസ് പറഞ്ഞു അല്ലെ. പ്രീവിയസ് ഇയറിൽ ബേസിക് കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുമ്പത്തെ 4 വർഷങ്ങളിലായിട്ട് 365 ഡേയ്സ് അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതും എങ്ങനെ തന്നെയാണ്? അയാള് ഇറഗുലറായി
അതായത് കണ്ടിന്യൂസ് ആവണം എന്നില്ല, അതേപോലെ തന്നെ അതായത് ഇതിപ്പോ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണമെന്നില്ല. 4 വർഷങ്ങളിലായിട്ട് ഒരൊറ്റ വർഷം നിന്നാലും മതി. അപ്പോഴും ഒരു വർഷം എന്ന് പറയുന്നത് 365 ഡേയ്സ് ആണല്ലോ. അപ്പൊ ഇവിടെ 4 വർഷങ്ങളിലായിട്ട് ഒരു വർഷം നിന്നാൽ തന്നെ അയാൾ എന്ത് ചെയ്തു? ആ ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഒരു ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു വ്യക്തി റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ അയാൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ബേസിക് കണ്ടീഷനിലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അയാൾ സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ അഡീഷണൽ കണ്ടീഷനിലെ 2 കണ്ടീഷൻസും അയാൾ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ നമുക്ക് അയാൾ എന്ത് വിളിക്കാം? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കാം. ദെൻ ഇനി അടുത്ത കേസ്, നമ്മുടെ റെസിഡന്റ് ആണ്, പക്ഷെ അയാൾ എന്തല്ല? ഓർഡിനറി റെസിഡന്റ് അല്ല. ദാറ്റ് മീൻസ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. അങ്ങനെയാണെങ്കിലോ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ അയാൾ എങ്ങനെയായിരിക്കും? അത് ബേസിക് കണ്ടീഷനിലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അയാൾ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, അപ്പൊ റെസിഡന്റ് ആയി. ഇനി ആള് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ എന്തായിരിക്കും? അഡീഷണൽ കണ്ടീഷൻ 2ഉം അയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അഡീഷണൽ കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് അയാൾ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോഴും അയാൾ എന്തായി മാറി? നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയി മാറി. നമുക്കറിയാം, ഒരു വ്യക്തി ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ ഈ 2 കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യണം. ഇനി ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? ബേസിക് കണ്ടീഷൻ ഒരു കണ്ടീഷൻ അയാൾ ഫുൾഫിൽ ചെയ്തു. അഡീഷണൽ കണ്ടീഷനിൽ അയാള് ഫസ്റ്റ് കണ്ടീഷൻ മാത്രമേ ഫുൾഫിൽ ചെയ്തിട്ടുള്ളൂ, സെക്കൻഡ് കണ്ടീഷൻ അയാൾ ഫുൾഫിൽ ചെയ്തില്ല എന്ന് വിചാരിച്ചോ? അപ്പൊ അയാൾ എന്തായി മാറി? റെസിഡന്റ് ആണ്, പക്ഷേ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയി മാറി. ഓക്കെ, അപ്പോ നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുമ്പോൾ ഇഫ് ആൻ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈ എനി വൺ ഓഫ് 2 കണ്ടീഷൻസ്, അല്ലെ, ഓഫ് പാർട്ട് 1 എന്ന് പറയുമ്പോൾ ബേസിക് കണ്ടീഷനിലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അയാൾ സാറ്റിസ്ഫൈ ചെയ്തു, ബട്ട് ഡസ് നോട്ട് സാറ്റിസ്ഫൈ ബോത്ത് ദി കണ്ടീഷൻ, അല്ലെ, പക്ഷെ അഡീഷണൽ കണ്ടീഷനിലെ 2 കണ്ടീഷൻസോ അയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ ഓൺലി 1 ഓഫ് ദി കണ്ടീഷൻസ്, അല്ലെ, അതായത് ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രമേ അയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ എങ്കിലോ അയാൾ എന്ത് വിളിക്കാം? അയാളെ റെസിഡന്റ് ആണ്, ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്, അല്ലെ, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ് അയാള്. ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്ത കേസ് ആരായിരുന്നു അടുത്ത കേസ്? നമ്മുടെ നോൺ റെസിഡന്റ്, അല്ലെ. നോൺ റെസിഡന്റ് ആവണം. എങ്ങനെയാണ് നോൺ റെസിഡന്റ് ആവാ എന്ന് നമുക്കറിയാം. എങ്ങനെയാണ്? ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ ഓർ കണ്ടീഷൻസ് ഓഫ് ദി പാർട്ട് 1, അപ്പൊ ദെൻ he is said to be non-resident in the previous year. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കേസാണ്. എന്താ പറഞ്ഞത്? ഇപ്പോ റെസിഡന്റ് ആവണമെങ്കിൽ, അല്ലെ, ബേസിക് കണ്ടീഷനിലുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് അയാൾ എന്താവുന്നത്? റെസിഡന്റ് ആവുന്നത്. നോൺ റെസിഡന്റ് ആവുമ്പോഴാണ് ഈ ബേസിക് കണ്ടീഷനിലെ ഏതെങ്കിലും ഒരു കണ്ടീഷനും അയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ എന്തായി മാറി? നോൺ റെസിഡന്റ് ആയി മാറി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ബേസിക് കണ്ടീഷൻ ഇയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക, അല്ലെ. ബേസിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ ഇയാൾ ഇന്ത്യയിൽ ഫിസിക്കലി പ്രസന്റഡ് ആവണം. അതാണ് ബേസിക് കണ്ടീഷനിൽ ഒന്നാമത്തെ കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് വേണ്ട, 60 ഡേയ്സ് മതി. അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയറിന്റെ 4 വർഷം തൊട്ട് മുമ്പത്തെ 4 വർഷങ്ങളിലായിട്ട് 365 ഡേയ്സ് ഓർ മോർ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ റെസിഡന്റ് ആയി. ഈ ബേസിക് കണ്ടീഷനിലെ ഒരു കണ്ടീഷനും അയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ എന്തായി മാറി? നോൺ റെസിഡന്റ് ആയി മാറി. ഓക്കെ, ഇനി ബേസിക് കണ്ടീഷനിലെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് റെസിഡന്റ് ആയിട്ടുള്ള വ്യക്തി ഇയാൾ ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ അഡീഷണൽ കണ്ടീഷനിലെ ബോത്ത് കണ്ടീഷൻസും 2 കണ്ടീഷൻസും ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതില് 2 കണ്ടീഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഇയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ എങ്കിൽ ഇയാൾ എന്തായി മാറി? നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയി മാറി. ദാറ്റ് മീൻസ്
ഒരു വ്യക്തി 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, അഡീഷണൽ കണ്ടീഷനിലെ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്തു, അപ്പോഴും നമുക്ക് അയാൾ എന്ത് വിളിക്കാം? ഇയാള് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ് എന്ന്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ അപ്പൊ അടുത്തൊരു ഭാഗം നോക്കുക. നോൺ കമ്പനി പ്ലൂറൽ എൻറ്റിറ്റീസിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാണ്. ഓക്കെ, നോൺ പ്ലൂറൽ എൻറ്റിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം HUF അല്ലെ, ഫേം ആൻഡ് അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. നമുക്ക് ഇവിടെ ആദ്യം നമുക്ക് HUFന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാമെന്ന് നോക്കാം. HUF എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലെ, നമ്മൾ ഫസ്റ്റ് ഇയറിന് ഓൾറെഡി അതിന്റെ എല്ലാ കേസുകളും നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ഫോം ഓഫ് ബിസിനസ് ആണ്. ഓക്കെ, അപ്പൊ HUFന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാമെന്ന് നോക്കാം. ഇതിന്റെ സെക്ഷൻ പറയുന്നത് സെക്ഷൻ 6 സബ്സെക്ഷൻ 2ലാണ് HUFന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാമെന്ന് പറയുന്നത്. നോക്കൂ, അതിന് ഒരു HUF ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലിന്റെ പോലെ തന്നെ നമുക്ക് ആദ്യം 2 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം, റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ്. ഇപ്പൊ ഒരു HUF റെസിഡന്റ് ആവണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഫസ്റ്റിലെ ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം. അപ്പൊ നോക്കൂ, എന്താണ് HUF റെസിഡന്റ് ആവാനുള്ള ബേസിക് കണ്ടീഷൻ? ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഇഫ് the control and management of its affairs is wholly or partly situated in India during previous year. അതായത് പ്രീവിയസ് ഇയറിൽ ഒരു HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് പാർട്ടിലി ഓർ വോളി ഇൻ ഇന്ത്യ. അതായത് ഒരു HUFന്റെ പ്രധാനപ്പെട്ട ഡിസിഷൻസ്, ബ്രെയിൻ ആൻഡ് ഹെഡ് എന്നൊക്കെ പറയും, പ്രധാനപ്പെട്ട ഡിസിഷൻസ് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇന്ത്യയിൽ നിന്നാണോ എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിൽ നിന്നാണോ എങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ആ HUF റെസിഡന്റ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നോൺ റെസിഡന്റ് ആവുമ്പോൾ അതെങ്ങനെയായിരിക്കും നോൺ റെസിഡന്റ് ആവുക? ഇവിടെ ഒരു HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് വോളി ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ അല്ലെ. ഇവിടെ നമുക്ക് പാർട്ടിലി ആയാലും, അതായത് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് പാർട്ടിലി ഇന്ത്യയിലാണെങ്കിലും നമുക്കതിനെ റെസിഡന്റ് എന്ന് വിളിക്കാം. ഇപ്പൊ ഒരു HUFന്റെ മുഴുവനായിട്ടുള്ള കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ആ ഒരു HUFനെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ റെസിഡന്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റത്തെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് HUF റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ? റെസിഡന്റ് ആവണമെങ്കിൽ HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് വോളി ഓർ പാർട്ടിലി, മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇന്ത്യയിലായിരിക്കണം. എങ്കിൽ ആ HUFനെ നമുക്ക് എന്ത് വിളിക്കാം? ഓർഡിനറി റെസിഡന്റ് HUF എന്ന് വിളിക്കാം. ഓക്കെ, റെസിഡന്റ് ആണെന്ന് പറയാം അല്ലെ, റെസിഡന്റ് ആണെന്ന് നമുക്ക് പറയാം. നോൺ റെസിഡന്റ് ആവുക എങ്ങനെയാണ്? ഈ ഒരു HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഫുള്ളായിട്ടും ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ ആണ്. അങ്ങനെയാണെങ്കിൽ ആ HUF എന്താണ്? നോൺ റെസിഡന്റ് ആണ്. ഓക്കെ, ഇനി ഒരു HUF റെസിഡന്റ് ആണ്, ഇനി അത് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് നോക്കണമെങ്കിൽ അല്ലെ, നമുക്കറിയാം റെസിഡന്റിനെ വീണ്ടും നമ്മൾ ഓർഡിനറി ആൻഡ് നോട്ട് ഓർഡിനറി അങ്ങനെ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇനി ഒരു റെസിഡന്റ് ആയിട്ടുള്ള HUF ഓർഡിനറി ആവണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആ HUF അഡീഷണൽ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം. എന്താണ് അഡീഷണൽ കണ്ടീഷൻ? അതായത് ഇപ്പോ ഒരു HUF റെസിഡന്റ് ആയി അല്ലെ, റെസിഡന്റ് ആവണമെങ്കിൽ അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് പാർട്ടിലി ഓർ വോളി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ, റെലവന്റ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ റെസിഡന്റ് എന്ന് വിളിക്കാം. ഇനി അത് ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇഫ് ഇറ്റ്സ് കർത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാന്ന് അറിയാം അല്ലെ, HUF പഠിച്ച ഒരാൾക്ക് കർത്തേനെ അറിയാം. കർത്ത എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട മാനേജർ ആണ് അല്ലെ, കർത്തയാണ് അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അല്ലെ. മറ്റു മെമ്പേഴ്സിനെ നമ്മൾ കോ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കും. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നോക്കൂ, കർത്ത എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ദി ഫോളോവിങ് കണ്ടീഷൻ. ഇപ്പൊ താഴെ പറയുന്ന 2 കണ്ടീഷൻസ് കർത്ത സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ, കർത്ത എന്ന് പറയുമ്പോൾ HUFന്റെ പ്രധാനപ്പെട്ട മാനേജർ,
അയാൾ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു HUFനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? ഓർഡിനറി റെസിഡന്റ് HUF എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ആ കർത്ത സാറ്റിസ്ഫൈ ചെയ്യേണ്ട 2 കണ്ടീഷൻസ് എന്ന് നോക്കൂ. ദി മാനേജർ ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ ഇൻ 2 out of 10 years preceding that year. അല്ലെ, അതായത് റെലവന്റ് പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുമ്പത്തെ 10 വർഷങ്ങളിലെ 2 വർഷങ്ങളിൽ അല്ലെ, അതായത് തൊട്ട് മുമ്പുള്ള 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷത്തിൽ അയാൾ എന്തായിരിക്കണം? റെസിഡന്റ് ആയിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താ നോക്കൂ. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 വർഷങ്ങളിൽ ഒരു 730 days ഓർ മോർ അയാള് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഈ 2 കണ്ടീഷനും അല്ലെ, ആൻഡ് എന്നാണ് പറയുന്നത്, ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു HUF എന്തായി മാറുള്ളൂ? റെസിഡന്റ് ആയി മാറുള്ളൂ. ഓർഡിനറി റെസിഡന്റ് ആയി മാറുള്ളൂ അല്ലെ, ഓർഡിനറി റെസിഡന്റ് ആയി മാറുള്ളൂ. റെസിഡന്റ് ആവണമെങ്കിൽ എന്താ, ഏത് മാത്രം ഫുൾഫിൽ ചെയ്താൽ മതി? ഇതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് പാർട്ടിലി അല്ലെങ്കിൽ വോളി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് പ്രീവിയസ് ഇയർ. ആ ഒരു പ്രീവിയസ് ഇയറിലെ ഒരു HUF ഫേമിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് വോളി അല്ലെങ്കിൽ പാർട്ടിലി മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ ഇന്ത്യയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു HUF എന്തായി മാറി? റെസിഡന്റ് ആയി മാറി. ഓക്കെ, ഇനി ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ എന്താണ്? ഏത് കണ്ടീഷനും കൂടെ ഫുൾഫിൽ ചെയ്യണം? കർത്ത 2 കണ്ടീഷൻ, അതായത് HUFലെ പ്രധാനപ്പെട്ട മാനേജർ ആയിട്ടുള്ള കർത്ത 2 കണ്ടീഷൻസും കൂടെ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണം. ഏതാണ് ആ 2 കണ്ടീഷൻ? റെലവന്റ് പ്രീവിയസ് ഇയറിന് തൊട്ടു മുമ്പത്തെ 10 വർഷങ്ങളിൽ ഏതെങ്കിലും 2 വർഷം അയാൾ റെസിഡന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ റെലവന്റ് പ്രീവിയസ് ഇയറിലെ തൊട്ടു മുമ്പത്തെ 7 വർഷങ്ങളിൽ 730 days ഓർ മോർ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ 2 കണ്ടീഷൻസും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ആ ഒരു HUF എന്തായി മാറുന്നത്? ഓർഡിനറി റെസിഡന്റ് ആയി മാറുന്നത്. ഓക്കെ, ഇനി ഇതില് ഈ 2, അതായത് കർത്ത സാറ്റിസ്ഫൈ ചെയ്യേണ്ട 2 കണ്ടീഷനിൽ ഒരു HUF ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിച്ചോ, അപ്പൊ അത് എന്തായി മാറി? അത് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് അല്ലെ, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയി മാറും അത്. അതായത് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് വോളി ഓർ പാർട്ടിലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, അത് ഓക്കെയാണ്. പക്ഷേ കർത്ത സാറ്റിസ്ഫൈ ചെയ്യേണ്ട 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അയാൾ സാറ്റിസ്ഫൈ ചെയ്തില്ല, അല്ലെങ്കിൽ ഈ 2 കണ്ടീഷനും അയാൾ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അത് എന്തായി മാറി? അത് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയി മാറി. അതായത് കണ്ടീഷൻ A സാറ്റിസ്ഫൈ ചെയ്തു, ബട്ട് കണ്ടീഷൻ ബിയിലെ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ 2ഉം അയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയി. ഇനി നോക്കൂ, നോൺ റെസിഡന്റ് ആവണമെങ്കിൽ അല്ലെ, അയാൾ നോൺ റെസിഡന്റ് ആണ് എന്ന് നമുക്ക് എങ്ങനെ പറയാം? കണ്ടീഷൻ A അയാൾ സാറ്റിസ്ഫൈ ചെയ്തില്ല. കണ്ടീഷൻ A സാറ്റിസ്ഫൈ ചെയ്തില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായത് ഈ HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഫുള്ളായിട്ടും ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ കർത്ത ഇന്ത്യയിൽ തന്നെയുണ്ട്, കർത്ത ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ഒരു HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഫുള്ളായിട്ടും ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ആ HUFനെ എന്ത് വിളിക്കാൻ പറ്റില്ല? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. അത് എന്തായി മാറി? നോൺ റെസിഡന്റ് ആയി മാറി. കാരണം അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് വോളി സിറ്റുവേറ്റഡ് ഇൻ ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ HUFന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. HUF റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. HUF റെസിഡന്റ് ആണ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ അയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തെ കണ്ടീഷനിൽ 2ഉം അയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂവെങ്കിലോ അയാൾ എന്തായി മാറി? അയാള് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയി മാറി. ദെൻ നോൺ റെസിഡന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് കണ്ടീഷൻ ഇയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു HUFന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഫേം ആൻഡ് അതർ അസോസിയേഷൻ ഓഫ് പേഴ്സന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാമെന്ന് നോക്കാം. അതിന്റെ റൂൾസ് എന്താണെന്ന് നോക്കാം.
നോക്കൂ ഇവിടെ ഫേംസ് ആൻഡ് അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ സെക്ഷൻ 6 സബ്സെക്ഷൻ 2. സെക്ഷൻ 6 ആൻഡ് സബ്സെക്ഷൻ 2ലാണ് ഫേംസ് ആൻഡ് അതർ അസോസിയേഷൻ ഓഫ് പേഴ്സന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാമെന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഫേംസ്, അതുപോലെ തന്നെ അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, അതുപോലെ തന്നെ കമ്പനി, അതേപോലെ തന്നെ അതർ പേഴ്സൺ, ഇവരുടെയൊക്കെ കേസിൽ 2 കാറ്റഗറി മാത്രമേ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടതേ ഉള്ളൂ, അല്ലെങ്കിൽ അപ്ലിക്കബിൾ ആവുന്നുള്ളൂ. ഒന്ന് റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ ഇൻഡിവിജ്വൽ ആൻഡ് HUFന്റെ പോലെ നോട്ട് ഓർഡിനറി റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റ് അതിന്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ ഫേം റെസിഡന്റ് ആണോ അതോ നോൺ റെസിഡന്റ് ആണോ എന്ന് മാത്രമേ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത് കമ്പനി ആണെന്നുണ്ടെങ്കിലും അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അതർ പേഴ്സൺസ് ആണ് എന്നുണ്ടെങ്കിലും ഒക്കെ റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഒരു ഫേം റെസിഡന്റ് ആവണമെങ്കിൽ സെക്ഷൻ 6 സബ്സെക്ഷൻ 2 പ്രകാരം എന്തായിരിക്കണം? ഡ്യൂറിംഗ് ദാറ്റ് ഇയർ ദി കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് പാർഷ്യലി ഓർ വോളി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ഒരു ഫേമിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എന്താന്ന് നമുക്കറിയാം അല്ലെ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഇന്ത്യയിലാണോ, അതായത് മുഴുവനായിട്ടും അല്ലെങ്കിൽ ഭാഗികമായിട്ടാണെങ്കിലും ഇന്ത്യയിലാണെങ്കിൽ, കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇന്ത്യയിലാണെങ്കിൽ ആ ഒരു ഫേമിനെ നമുക്ക് എന്ത് വിളിക്കാം? ആ ഒരു ഫേം ഇന്ത്യയിൽ റെസിഡന്റ് ആണ് എന്ന് വിളിക്കാം അല്ലെ? അപ്പൊ ആ ഒരു പ്രീവിയസ് ഇയറില്, ഇവിടെ ശ്രദ്ധിക്കണം, ആ റെലവന്റ് പ്രീവിയസ് ഇയറിൽ നമ്മൾ ഏത് പ്രീവിയസ് ഇയറിന്റെ ഇൻകത്തിന്റെ ആണോ നമ്മൾ അസസ്മെന്റ് ഇയറിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ റെലവന്റ് പ്രീവിയസ് ഇയറിൽ ഈ ഒരു ഫേം ആ ഒരു ഫേമിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് പാർഷ്യലി ഓർ വോളി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യയിലാണോ അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഭാഗികമായിട്ടാണെങ്കിലും മുഴുവനായിട്ടാണെങ്കിലും ഇന്ത്യയിലാണെങ്കിൽ ആ ഒരു ഫേം എന്താണ്? ഇന്ത്യയിൽ റെസിഡന്റ് ആണ്. ഇനി എപ്പോഴാണ് ആ ഫേം നോൺ റെസിഡന്റ് ആവുന്നത്? അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് വോളി ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ, മുഴുവനായിട്ടും ഇന്ത്യക്ക് പുറത്താണ് ആ ഒരു ഫേമിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എന്നുള്ളത് എങ്കിൽ അപ്പൊ ആ ഒരു ഫേമിനെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ റെസിഡന്റ് എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ പാർഷ്യലി എന്ന് പറയുകയാണെങ്കിലും, അതായത് ഒരു ഫേമിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് പാർഷ്യലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ എന്ന് പറയുകയാണെങ്കിലും ആ ഫേം എന്താണ്? റെസിഡന്റ് ആണ്. നോൺ റെസിഡന്റ് ആവുന്നത് എപ്പോഴാണ്? അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് മുഴുവനായിട്ടും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ മാത്രമേ ആ ഒരു ഫേം നോൺ റെസിഡന്റ് ആവുകയുള്ളൂ. അപ്പൊ ഇവിടെ ഈ ഫേമിന്റെ പാർട്ട്നേഴ്സ് അവർ ഇന്ത്യയിൽ റെസിഡന്റ് ആണോ അല്ലയോ എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതായത് ആ ഒരു ഫേമിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്, പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഇന്ത്യയിലാണോ, അത് ഭാഗികമായിട്ടാണെങ്കിലും ശരി ആ ഫേം റെസിഡന്റ് ആയിരിക്കും. ഇനി ഫുള്ളായിട്ടും ഇന്ത്യക്ക് പുറത്താണ് ആ കമ്പനിയുടെ തീരുമാനങ്ങളും കൺട്രോൾ ആൻഡ് മാനേജ്മെന്റും എന്നുള്ളതെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ ഫേം എന്താണ്? നോൺ റെസിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആൻഡ് ഫേമിന്റെ ഫേംസ് ആൻഡ് അതർ അസോസിയേഷൻ ഓഫ് പേഴ്സന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള റൂൾ ഇങ്ങനെയാണ്. ഓക്കെ, ദെൻ അടുത്തത് നോക്കൂ, കമ്പനി. ഒരു കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഓക്കെ, ഒരു കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് സെക്ഷൻ 6 സബ്സെക്ഷൻ 3ലാണ് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 6 സബ്സെക്ഷൻ 3ലാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ ഈ കമ്പനിക്കും നമുക്കറിയാം 2 കാറ്റഗറി മാത്രമേ ഉള്ളൂ, റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതായത് പ്രീവിയസ് ഇയറിൽ ഒരു കമ്പനി റെസിഡന്റ് ആവണമെങ്കിൽ 2 കണ്ടീഷൻസ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനി റെസിഡന്റ് ആയി. ഏതൊക്കെയാണ് നോക്കൂ, ഇറ്റ്സ് ആൻ ഇന്ത്യൻ കമ്പനി, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആണോ എങ്കിൽ ആ കമ്പനി എന്താണ്? ഇന്ത്യയിൽ റെസിഡന്റ് ആണ്. ആ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ റെസിഡന്റ് ആണ്. ഇനി നോക്കൂ അടുത്തത്, ഒരു ഫോറിൻ കമ്പനി ആണെന്ന് വിചാരിക്കുക, അതായത് വിദേശത്തുള്ള ഒരു കമ്പനിയാണ്, പക്ഷെ അതിന്റെ പോയിന്റ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഇന്ത്യയിലാണെങ്കിൽ, പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, എന്ത്? കീ മാനേജ്മെന്റ്, അതായത്
ആ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന മാനേജ്മെന്റ് ഇന്ത്യയിലാണെങ്കിൽ അപ്പോഴും എന്തായി മാറി? ആ കമ്പനി റെസിഡന്റ് ആയി. ആ പ്രീവിയസ് ഇയറിൽ ആ കമ്പനി റെസിഡന്റ് ആയി അല്ലെ? ഇപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനി ആണോ, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി ആണോ എങ്കിൽ ആ കമ്പനി എന്താണ്? ആ പ്രീവിയസ് ഇയറിൽ ആ കമ്പനി റെസിഡന്റ് ആണ്. ഇനി ഒരു ഫോറിൻ കമ്പനിയാണ്. ആ ഫോറിൻ കമ്പനി പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ, പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഇന്ത്യയിലാണെങ്കിൽ, അതിന്റെ കീ മാനേജ്മെന്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഒക്കെ ഇന്ത്യയിലാണെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് പറയാം? ആ കമ്പനി പ്രീവിയസ് ഇയറിൽ റെസിഡന്റ് ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി എപ്പോഴാണ് ഇത് നോൺ റെസിഡന്റ് ആവുന്നത്? ഇപ്പോ ഇറ്റ്സ് നോട്ട് ആൻ ഇന്ത്യൻ കമ്പനി, ഇന്ത്യൻ കമ്പനി അല്ല, അപ്പൊ അതെന്തല്ല? റെസിഡന്റ് അല്ല. പക്ഷെ ഇനിയിപ്പോ ഒരു ഫോറിൻ കമ്പനി ആണെന്ന് വിചാരിച്ചോ, അതിന്റെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഇന്ത്യയിലാണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് റെസിഡന്റ് ആവും എന്നുള്ളത് അല്ലെ. ഇപ്പൊ ഇവിടെ ഒരു കമ്പനി ഇന്ത്യൻ കമ്പനിയുമല്ല, അതേപോലെ തന്നെ ഇവിടെ ആൻഡ് എന്നാണ്. ഈ രണ്ട് കണ്ടീഷനും ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ? കമ്പനി നോൺ റെസിഡന്റ് ആവുകയുള്ളൂ. ഓക്കെ, റെസിഡന്റ് ആവണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മതി. അതായത് ഒന്നല്ലെങ്കിൽ അത് ഇന്ത്യൻ കമ്പനി ആയാൽ മതി, അപ്പൊ അതെന്തായി? റെസിഡന്റ് ആയി. ഇനി അതൊരു ഫോറിൻ കമ്പനി ആണ്, പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഒക്കെ ഇന്ത്യയിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അപ്പോഴും ആ ഒരു കമ്പനി എന്തായി മാറി? റെസിഡന്റ് ആയി മാറി. ഓക്കെ, ഇനി നോൺ റെസിഡന്റ് ആവണമെങ്കിലോ അതൊരു ഫോറിൻ കമ്പനി ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇന്ത്യൻ കമ്പനി അല്ല. അതേപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എവിടെയാണ്? ഫോറിനിലാണ്, ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിലാണ് അല്ലെ. മുഴുവനായിട്ടും ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഈ ഒരു കമ്പനി ഇന്ത്യയിൽ ആ ഒരു പ്രീവിയസ് ഇയറിൽ നോൺ റെസിഡന്റ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ കമ്പനികളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്തൊരു ഭാഗം നോക്കുക. എനി അതർ പേഴ്സൺ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? നമ്മളിപ്പോ ഈ മുനിസിപ്പാലിറ്റി അല്ലെ, അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റി ആയിട്ടുള്ള മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, നിയമപരമായിട്ട് ഒരു വ്യക്തിയായിട്ട് കണക്കാക്കുന്ന ഒരു, അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ലെ, നിയമപരമായിട്ട് വ്യക്തിയായിട്ട് കണക്കാക്കപ്പെടുന്നത് അവര്. അപ്പോൾ ഇതാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്, ഇനി അതർ പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ അവിടെ സെക്ഷൻ 6 സബ്സെക്ഷൻ 4 പ്രകാരം അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാ ഡിറ്റർമൈൻ ചെയ്യാ എന്ന് നോക്കാം. അപ്പോൾ റെസിഡന്റ് ആവണമെങ്കിൽ, എനി അതർ പേഴ്സൺ റെസിഡന്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇഫ് ദി കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഈസ് പാർഷ്യലി ഓർ വോളി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ അല്ലെ. അതായത് ഈ എനി അതർ പേഴ്സന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് പാർഷ്യലി ഓർ വോളി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ അല്ലെ. അതായത് പാർട്ടിലി അല്ലെങ്കിൽ വോളി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. നമ്മൾ നേരത്തെ ഫേമിന്റെ കേസ് ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു ലോക്കൽ അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഇവരൊക്കെയാണ് എന്ത്? എനി അതർ പേഴ്സൺ. അപ്പൊ ഈ സെക്ഷൻ 6 സബ്സെക്ഷൻ 4 പ്രകാരം ഒരു എനി അതർ പേഴ്സൺ റെസിഡന്റ് ആവണമെങ്കിൽ അവരുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ ഇന്ത്യയിലാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം? റെസിഡന്റ് എന്ന് പറയാം. ദെൻ നോൺ റെസിഡന്റ് എന്ന് എപ്പോഴാണ് പറയാ? ഈ ഒരു ലോക്കൽ അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെയോ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് വോളി മുഴുവനായിട്ടും ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ അല്ലെ, അതായത് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് മുഴുവനായിട്ടും ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ ആ ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അടങ്ങിയിട്ടുള്ള എനി അതർ പേഴ്സൺ എന്നുള്ള ആ ഒരു കാറ്റഗറിയെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ റെസിഡന്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഇൻഡിവിജ്വൽ, HUF, ഫേം ആൻഡ് അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, അതുപോലെ തന്നെ കമ്പനി, അതുപോലെ തന്നെ എനി അതർ പേഴ്സൺ. ഈ 5 കാറ്റഗറിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം എന്നാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. ഇപ്പോ ഇൻഡിവിജ്വൽ ആണ് എന്നുണ്ടെങ്കിൽ ബേസിക് കണ്ടീഷനിലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അല്ലെ, അല്ലെങ്കിൽ അതേപോലെ തന്നെ അഡീഷണൽ കണ്ടീഷൻസും ഉണ്ട്.
അപ്പോൾ അതിലിപ്പോ ഇൻഡിവിജ്വലിന്റെയും HUF-ന്റെയും കേസിലാണ് എന്നുണ്ടെങ്കിൽ 3 കാറ്റഗറി വരുന്നുണ്ട്. ഏതൊക്കെയാണ്? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എന്നും, അതുപോലെ തന്നെ റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നും, മൂന്നാമത്തത് നോൺ റെസിഡന്റ് എന്നും. ബാക്കി വരുന്ന ഫേം, അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, അതുപോലെ തന്നെ നമ്മുടെ കമ്പനി, അതുപോലെ തന്നെ അതർ പേഴ്സൺ, എനി അതർ പേഴ്സൺ, ഇവരുടെയൊക്കെ കേസിൽ 2 കാറ്റഗറിയിൽ മാത്രമേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അല്ലെ. അതായത് റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ അല്ലെ, അത് മാത്രമേ നോക്കുന്നുള്ളൂ. അത് നോട്ട് ഓർഡിനറി റെസിഡന്റിനെ കുറിച്ചിട്ട് പറയുന്നില്ല. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് നമ്മൾ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ പ്രീവിയസ് ഇയറിൽ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്തിനു വേണ്ടിയിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഇന്ത്യയിലെ ഒരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ചാണ് അയാളുടെ ടാക്സ് ലയബിലിറ്റി തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോ ഓരോരുത്തരുടെയും ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്ത് റെസിഡന്റ് ആണ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്, നോൺ റെസിഡന്റ് ആണ്, ഇതൊക്കെ തെളിയിക്കാൻ അല്ലെങ്കിൽ ഇത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാനുള്ള കണ്ടീഷൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി ഇതിന്റെ ബേസിലാണ് നമ്മൾ ടാക്സ്, അവർ ഏതൊക്കെ ഇൻകത്തിനാണ് ടാക്സ് കൊടുക്കേണ്ടത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം ഓൺ ദി ബേസിസ് ഓഫ് റെസിഡൻസ്. ഓക്കെ, അപ്പൊ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിൽ ഓരോരുത്തരുടെയും ടോട്ടൽ ഇൻകം, ടാക്സ് ലയബിൾ ആയിട്ടുള്ള ടോട്ടൽ ഇൻകം നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയും. നോക്കൂ ഇവിടെ, ഇപ്പൊ നമ്മളിവിടെ റൂൾസ് പ്രകാരം ഒരു വ്യക്തി ആ ഒരു പ്രീവിയസ് ഇയറിലെ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണ് എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു പ്രീവിയസ് ഇയറിൽ അയാള് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ സെക്ഷൻ 5 സബ്സെക്ഷൻ 1 പ്രകാരം അയാളുടെ ഏതൊക്കെ ഇൻകത്തിനാണ് അയാൾ ടാക്സ് കൊടുക്കേണ്ടത്, ഇന്ത്യയിൽ അയാൾ ടാക്സ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. നോക്കൂ ഇവിടെ ഫസ്റ്റ് പോയിന്റ് ആണ് ഈസ് റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് അല്ലെ. അതാ റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദി റെലവന്റ് പ്രീവിയസ് ഇയർ. അതായത് ഒരു റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ നിന്ന് ലഭിച്ച അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ലഭിച്ചതായി കണക്കാക്കുന്ന ഇന്ത്യയിൽ നിന്ന് ലഭിച്ചതോ അതായത് ലഭിച്ചതായി കണക്കാക്കുന്നതോ ആയിട്ടുള്ള ഇൻകം, അതേപോലെ തന്നെ ബിഹാഫ് ഓഫ് ദി ഇൻഡിവിജ്വൽ അതായത് ആ ഒരു വ്യക്തിക്ക് എന്താണ് ആ ഒരു വ്യക്തിക്ക് പകരമായിട്ട് ആ ഒരു ഇൻകം ഇന്ത്യയിൽ ആരെങ്കിലും റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഇൻകത്തിന്റെ മുകളിൽ ഒരു റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ടാക്സ് കൊടുക്കണം. ഓക്കെ, അതായത് ഇന്ത്യയിൽ അയാൾ റിസീവ് ചെയ്തിട്ടുള്ള ഇൻകം, അതേപോലെ തന്നെ ആ വർഷം അതായത് ഇന്ത്യയിൽ അയാൾക്ക് റിസീവ് ചെയ്തതോ ഡീംഡ് ടു ബി റിസീവ്ഡ് അതായത് റിസീവ് ചെയ്തതായി കണക്കാക്കപ്പെടുന്നതോ നേരിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിനിധിയായി ലഭിച്ച ഇൻകമോ ആയിക്കോട്ടെ, നേരിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരാൾ വഴി ലഭിച്ചതായിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ആ ഇൻകത്തിന്റെ മുകളിൽ അയാൾ ടാക്സ് കൊടുക്കണം. ഇന്ത്യയിൽ നിന്ന് ലഭിച്ചതാണോ ഇൻകം എങ്കിൽ അയാൾ ടാക്സ് കൊടുക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സാലറി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് അയാൾക്ക് സാലറി കിട്ടി, അല്ലെങ്കിൽ നമുക്ക് പറയാണേ ഇപ്പൊ ഔട്ട്സൈഡിലുള്ള ഒരു ബിസിനസ് അവിടുത്തെ ഡിവിഡന്റ്, അയാളുടെ ബിസിനസ് ഔട്ട്സൈഡ് ആണെന്ന് വിചാരിച്ചോ, അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡന്റ് അയാൾ സ്വീകരിച്ചത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ റിസീവ് ചെയ്തത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ, ഇപ്പൊ ഔട്ട്സൈഡിലുള്ള കമ്പനി അയാളുടെ ഇന്ത്യൻ ബാങ്കിലേക്ക് നേരിട്ടാണ് ആ ഡിവിഡന്റ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ അപ്പൊ നമുക്ക് അവിടെ എന്തു പറയാം? റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്, ഇന്ത്യയിൽ നിന്നാണ് ആ ഇൻകം സ്വീകരിച്ചത് അല്ലെ. ഇപ്പോ അതേപോലെ തന്നെ നേരിട്ടോ അല്ലെങ്കിൽ അയാളുടെ പ്രതിനിധിക്കായി അയാൾക്ക് പകരമായിട്ട് വേറൊരാൾക്കോ ഇന്ത്യയിൽ നിന്നാണോ ഇൻകം ലഭിച്ചത് എങ്കിൽ ആ ഇൻകത്തിന്റെ മുകളിൽ അയാള് ടാക്സ് കൊടുക്കണം. സെക്കൻഡ് കേസ് നോക്കൂ, അക്രൂസ് ഓർ അറൈസസ് ഓർ ഡീംഡ് ടു ബി അക്രൂസ് ഓർ അറൈസസ്. ദാറ്റ് മീൻസ് എന്താണ്? ഇന്ത്യയിൽ നിന്ന് ഉണ്ടായ വരുമാനം, അതായത് ഇന്ത്യയിൽ സൃഷ്ടിച്ച വരുമാനം, അതായത് അതിന്റെ സോഴ്സ് ഇന്ത്യയിലാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം,
അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ത്യയാണ്, അല്ലെ? ഇന്ത്യയിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതായി കണക്കാക്കപ്പെടുന്നതോ ആയ ഇൻകം. ഓക്കെ, അപ്പോഴും എന്താണ്? ആ ഇൻകത്തിന്റെ മുകളിലും ആര് ടാക്സ് കൊടുക്കണം? ഓർഡിനറി റെസിഡന്റ് ടാക്സ് കൊടുക്കണം. ഓക്കെ, ദെൻ അടുത്ത കേസ് നോക്കൂ. ഇപ്പൊ ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ള വരുമാനം, അല്ലെ? അതായത് ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ള വരുമാനം, അതായത് accrues or arises to him outside in India during such year. ഓക്കെ, അപ്പൊ ഇന്ത്യക്ക് പുറത്ത് നിന്ന് ഒരു സോഴ്സിൽ നിന്ന് അയാൾക്ക് വരുമാനം കിട്ടിയെന്ന് വിചാരിച്ചോ. അതായത് അയാൾക്ക് ഔട്ട്സൈഡിൽ ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ അയാൾക്ക് ഒരു ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കൂ. ആ ബിസിനസ്സിൽ നിന്ന് ആ ഫോറിൻ കൺട്രിയിലാണ് അയാൾക്ക് വരുമാനം ലഭിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിലും റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ അയാളുടെ ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണം. അപ്പൊ നമുക്ക് ചുരുക്കിയിട്ട് ഇങ്ങനെ പറയാം, ഒരു വ്യക്തി റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ അയാളുടെ എല്ലാ സോഴ്സ് ഓഫ് ഇൻകത്തിന് മുകളിലും ഇന്ത്യയിൽ അയാൾ ടാക്സ് കൊടുക്കണം. ഓക്കെ, അതായത് ഇന്ത്യയിൽ നിന്ന് കിട്ടിയ വരുമാനത്തിന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നുണ്ടായ വരുമാനത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് നിന്നുണ്ടായ വരുമാനം, അത് ഇന്ത്യക്ക് പുറത്ത് നിന്നാണ് അയാൾ സ്വീകരിച്ചത് എങ്കിലും അയാൾ എന്ത് കൊടുക്കണം? ടാക്സ് ഇന്ത്യയിൽ കൊടുക്കണം. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആദ്യം ഒരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സ്റ്റാറ്റസിന്റെ ബേസിലാണ് അയാളുടെ ഏതൊക്കെ ഇൻകത്തിനാണ് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ഏത് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടോ അയാൾക്ക്, ആ സോഴ്സ് ഓഫ് ഇൻകത്തിനുമൊക്കെ അയാൾ എന്ത് കൊടുക്കണം? ആ പ്രീവിയസ് ഇയറിൽ അയാൾ ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ അയാൾ ടാക്സ് കൊടുക്കണം. ഓക്കെ, ഇനി നോക്കൂ, ഇനി ഒരാള് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ ഇന്ത്യയിൽ നിന്നുണ്ടായ വരുമാനത്തിന്, അതായത് ഇന്ത്യയിൽ നിന്നുണ്ടായ വരുമാനം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് അയാൾക്ക് നേരിട്ട് ലഭിച്ച വരുമാനമാണ്. അതായത് നേരിട്ട് റിസീവ് ചെയ്തതോ, അല്ലെ? അതായത് റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് കാണുകയാണെങ്കിൽ അതിന് അയാൾ ടാക്സ് കൊടുക്കണം, അല്ലെ? അതേപോലെ തന്നെ നേരിട്ടോ അല്ലെങ്കിൽ പ്രതിനിധിയായിട്ടോ അയാൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഇൻകം ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്യുകയാണെങ്കിൽ, ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ്, അതായത് ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്തതായി കണക്കാക്കപ്പെടുകയാണെങ്കിലും ആ ഇൻകത്തിന്റെ മുകളിൽ അയാൾ ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പോ ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെന്നുണ്ടെങ്കിലും ഒന്നാമത്തെ ഈ പോയിന്റ് എന്താണ്? ഈ പോയിന്റ് രണ്ടു പേർക്കും ടാക്സബിൾ ആണ്. ദെൻ അതായത് ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുള്ള ഏത് ഇൻകം ആയിക്കോട്ടെ അത് ഓർഡിനറി റെസിഡന്റിനും നോട്ട് ഓർഡിനറി റെസിഡന്റിനും ടാക്സബിൾ ആണെന്ന് നമ്മൾ കണ്ടു. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുണ്ടായ ഇൻകം ആണ്. ഒരു വ്യക്തി നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്, പക്ഷേ അയാളുടെ ഇന്ത്യയിൽ നിന്ന് അയാൾക്ക് ഇന്ത്യൻ സോഴ്സ് ആയിട്ടില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലുള്ള ഒരു ബിസിനസ്സിൽ നിന്നോ, ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രൊഫഷനിൽ നിന്നോ, ഇന്ത്യയിൽ നിന്നുള്ള ക്യാപിറ്റൽ ഗെയിനിൽ നിന്നോ അയാൾക്ക് ഇൻകം കിട്ടുകയാണെങ്കിൽ അതിന് മുകളിൽ അയാൾ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കേസും എന്താണ്? ഓർഡിനറി റെസിഡന്റിനും നോട്ട് ഓർഡിനറി റെസിഡന്റിനും ഒരേപോലെയാണ്. ഈ രണ്ട് ഇൻകത്തിനും അയാൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ഇനി മൂന്നാമത്തെ കേസ് നോക്കൂ. accrues or arises to him outside in India during such year. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. എന്താ വരുന്നത്? ഇവിടെ ഇപ്പൊ ഒരു നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ടുള്ള വ്യക്തി അയാളുടെ ഔട്ട്സൈഡ് വരുമാനം, ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ള ഒരു സോഴ്സിൽ നിന്ന് ഇന്ത്യക്ക് പുറത്ത് നിന്ന് അയാൾ ഒരു ഇൻകം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെ അയാൾ അതിന് ടാക്സ് കൊടുക്കണ്ട. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ ഇത് accrues or arises, അത് ഔട്ട്സൈഡ് ആണ്. അതായത് ഇന്ത്യക്ക് പുറത്ത് നിന്നുണ്ടായ വരുമാനമാണ്. പക്ഷേ ആ ഒരു ബിസിനസ്സിന്, ഇന്ത്യക്ക് പുറത്തുള്ള ബിസിനസ്സിനോ പ്രൊഫഷനോ ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനയാൾ അവിടെ, അതായത് ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഔട്ട്സൈഡ് ബിസിനസിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിലാണെങ്കിൽ മാത്രം ഈ നോട്ട് ഓർഡിനറി റെസിഡന്റിന് ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വിദേശ വരുമാനം, അല്ലെ, ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ഇൻകം
അത് അത് എന്താ അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിലാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അയാൾക്ക് അവിടെ ടാക്സ് കൊടുത്താൽ മതി. ഇനിയിപ്പോ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിലല്ല, അത് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ, അതിന്റെ എല്ലാ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റും അതിന്റെ ബിസിനസ്സും ഒക്കെ ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിലാണെങ്കിൽ, ഇന്ത്യക്ക് പുറത്താണെങ്കിൽ മൂന്നാമത്തെ കേസിൽ നോട്ട് ഓർഡിനറി റെസിഡന്റിന് എന്ത് കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, അപ്പൊ ഈ 3 കേസും എപ്പോഴാണ് നോട്ട് ഓർഡിനറി റെസിഡന്റിന് ടാക്സബിൾ ആവുന്നത്? ഈ 2 കേസും ഓക്കെ, ഈ 2 കേസ് 2 പേർക്കും ഒരു സംശയവും വേണ്ട, ടാക്സബിൾ ആണ്. ഈ മൂന്നാമത്തെ കേസ്, അതായത് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യക്ക്, അതായത് ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ള ഒരു സോഴ്സിൽ നിന്ന് ഉണ്ടാകുന്ന വരുമാനം, അത് ഒരു നോട്ട് ഓർഡിനറി റെസിഡന്റിന് എപ്പോഴാണ് അത് ടാക്സബിൾ ആവുന്നത്? ആ ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ള സോഴ്സിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിലാണെങ്കിൽ മാത്രമേ അയാൾക്ക് ആ ഇൻകത്തിന് മുകളിൽ ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഒരു നോൺ റെസിഡന്റ് ആണെങ്കിൽ ഈ 2 കേസിലും അയാൾക്ക് ടാക്സബിൾ ആണ്. അതായത് ഇന്ത്യയിൽ എന്തെങ്കിലും ഇൻകം അയാൾ റിസീവ് ചെയ്തിട്ടുണ്ടോ, അയാൾ ആ ഇൻകത്തിന്റെ മുകളിൽ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണം. ദെൻ അക്രോസ് ഓർ അറൈസസ്, ഇന്ത്യയിൽ നിന്നുണ്ടായ ഇൻകം ആണോ, അതായത് ഇന്ത്യയിലാണോ ആ ഇൻകത്തിന്റെ സോഴ്സ്, അതിന് അയാൾ ടാക്സ് കൊടുക്കണം, ഇന്ത്യയിൽ അയാൾ ടാക്സ് കൊടുക്കണം. ദെൻ മൂന്നാമത്തെ കേസിലോ, അക്രോസ് ഓർ അറൈസസ് ടു ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ള വരുമാനമാണ്, അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റും ഇന്ത്യയിലാണെങ്കിലും അല്ലെങ്കിലും അയാൾക്ക് അതിന്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തി ഓർഡിനറിലി റെസിഡന്റ് ആണെങ്കിൽ അയാൾക്ക് ഏതൊക്കെ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടോ അതിന്റെ മുകളിലൊക്കെ അയാൾ എന്ത് ചെയ്യണം, ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണം. നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുണ്ടായ വരുമാനത്തിനും ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്ത വരുമാനത്തിനും അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യയിൽ, അതായത് പുറത്ത് നിന്നുണ്ടായ വരുമാനം അതിന്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ട സിറ്റുവേഷൻ എപ്പോ മാത്രമേ ഉള്ളൂ, ആ ഔട്ട്സൈഡ് ബിസിനസിന്റെ, അതായത് ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ള ഇൻകത്തിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിലാണെങ്കിൽ മാത്രമേ അയാൾക്ക് ടാക്സ് കൊടുത്താൽ മതി. ഇനി ഒരു നോൺ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റിലെ 2 കേസിലും അയാളുടെ ഇൻകത്തിന്റെ മുകളിൽ അയാൾ ടാക്സ് കൊടുക്കണം. ദെൻ മൂന്നാമത്തെ കേസിൽ, അതായത് ഇൻകത്തിന്റെ ഉറവിടവും ഇൻകം റിസീവ് ചെയ്തതും ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിലാണെങ്കിൽ അയാൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ സ്കോപ്പ് ഓഫ് ഇൻകം ഓൺ ദി ബേസിസ് ഓഫ് റെസിഡൻസ് എന്നുള്ള റെസിഡൻസിന്റെ ബേസിൽ എങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ച് ഒരാളുടെ ടാക്സ് ലൈബിലിറ്റി കണക്കാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ റിസീവ്ഡ്, ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി, അത് ഔട്ട്സൈഡ് കമ്പനിയാണ്, അതായത് ഔട്ട്സൈഡ് ഉള്ള ഒരു ഫോറിൻ കമ്പനി ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇന്ത്യയിലാണ് റിസീവ് ചെയ്തതെങ്കിൽ ഈ 3 കേസിൽ, ഇത് ഓർഡിനറി ആയിക്കോട്ടെ, നോട്ട് ഓർഡിനറി ആയിക്കോട്ടെ, നോൺ റെസിഡന്റ് ആയിക്കോട്ടെ, ഇവർക്ക് 3 പേർക്കും ഇത് ടാക്സബിൾ ആണ്. ഓക്കെ, ദെൻ ഇനിയിപ്പോ ഇന്ത്യയിൽ നിന്നുണ്ടായ വരുമാനമാണ്, നോക്കൂ, ഇന്ത്യയിൽ നിന്നുണ്ടായിട്ടുള്ള വരുമാനമാണ്, പക്ഷെ അത് റിസീവ് ചെയ്തത് ഔട്ട്സൈഡിൽ നിന്നാണ്. അതായത് സോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്, പക്ഷെ അത് റിസീവ് ചെയ്തത് ഔട്ട്സൈഡിൽ നിന്നാണ് എന്ന് വിചാരിക്കുക. അതായത് പുറത്തു നിന്നാണ് അത് റിസീവ് ചെയ്തത്, എങ്കിലും ഇന്ത്യയിൽ നിന്നുണ്ടായ വരുമാനമായതുകൊണ്ട് അത് 3 പേർക്കും ടാക്സബിൾ ആണ്, അല്ലെ? ദെൻ മൂന്നാമത്തെ കേസ് എന്താണ്, ഇവിടെ അതായത് സോഴ്സ് എന്ന് പറയുന്നതും ഇന്ത്യക്ക് പുറത്താണ്, അത് റിസീവ് ചെയ്തതും, ആ ഇൻകം റിസീവ് ചെയ്തതും ഇന്ത്യക്ക് പുറത്താണ്, പക്ഷെ അതിന്റെ കൺട്രോൾ അതായത് ആ ഒരു ഇൻകത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നതും ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ ആണ്, അത് റിസീവ് ചെയ്തതും ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ ആണ് എങ്കിൽ ഇത് ആർക്ക് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ? ഓർഡിനറി റെസിഡന്റിന് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. ഇനി ഒരു ഇൻകം അതിന്റെ സോഴ്സ് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ ആണ്, അത് റിസീവ് ചെയ്തതും ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ ആണ്, പക്ഷെ അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിലാണെങ്കിൽ ആർക്ക് ടാക്സബിൾ ആവും? ഓർഡിനറി റെസിഡന്റിനും നോട്ട് ഓർഡിനറി റെസിഡന്റിനും ടാക്സബിൾ ആവും. ഓക്കെ, ഇനി ഒരു ഇനി നോൺ റെസിഡന്റിന് ഏത് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ? ഇന്ത്യയിൽ നിന്നുണ്ടായ വരുമാനത്തിനും ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്ത വരുമാനത്തിനും മാത്രമേ അയാൾ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്
ഈ സ്കോപ്പ് ഓഫ് ഇൻകം ഓൺ ദി ബേസിസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ച് ഒരാളുടെ ടാക്സ് ലയബിലിറ്റി നമ്മൾ കണക്കാക്കുന്നു. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതേപോലെ തന്നെ ഓരോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലുമുള്ള അസസിക്ക് ഏതൊക്കെ ഇൻകത്തിന്റെ മുകളിലാണ് അവർ ടാക്സ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു കാറ്റഗറീനെ നമ്മൾ ഒരു 4 രീതിയിലാണ് തരംതിരിച്ചത്. നോക്കൂ, ഇവിടെ ഒന്ന് റെസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റെസീവ്ഡ് ഇൻ ഇന്ത്യ അല്ലെ, ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരുമാനം അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടിയതായി കണക്കാക്കപ്പെടുന്ന വരുമാനം. അപ്പൊ ഇങ്ങനെയാ ഇത് ഏത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലും ഉള്ള ആൾക്കാർക്കും എന്താണ്, ഇന്ത്യയിൽ നിന്നാണോ അത് കിട്ടിയത് എങ്കിൽ അത് ടാക്സബിൾ ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു എക്രൂ ഓർ എറൈസസ് ഇൻ ഇന്ത്യ അല്ലെ, അതേപോലെ തന്നെ ഡീംഡ് ടു ബി എക്രൂ ഓർ എറൈസസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിന്നുണ്ടായിട്ടുള്ള വരുമാനമാണോ എങ്കിൽ അത് ഏത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലുള്ളവർക്കും അത് ടാക്സബിൾ ആണ്. മൂന്നാമത്തെ നമ്മൾ കേസ് പറഞ്ഞു എക്രൂ ഓർ എറൈസസ് ഇൻ ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ അല്ലെ. അപ്പൊ അത് അതായത് എറൈസ് ചെയ്തത് അല്ലെങ്കിൽ അക്രൂ ചെയ്തത് ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഇപ്പൊ നോൺ റെസിഡന്റിന്റെ കേസിൽ, ഓർഡിനറി റെസിഡന്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാ ഇൻകത്തിനും അയാൾ ടാക്സ് കൊടുക്കണമെന്ന് അല്ലെ. നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനമാണെങ്കിൽ അയാൾ ടാക്സ് കൊടുക്കണ്ട. പക്ഷേ അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിലാണെങ്കിൽ അപ്പൊ അയാൾ അതിന് ടാക്സ് കൊടുക്കണം. ഇനി നോൺ റെസിഡന്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിൽ നിന്നുണ്ടായിട്ടുള്ള വരുമാനം, അതായത് ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ള വരുമാനമാണെങ്കിൽ അയാള് ടാക്സ് കൊടുക്കേണ്ടതില്ല. ഇങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ ഇനി നോക്കൂ, ഓരോന്നായിട്ട് നമ്മൾ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ആയിട്ട് ഓരോന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ ഫസ്റ്റ് വൺ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ അല്ലെ, ഇന്ത്യയിൽ നിന്ന് ലഭിച്ച വരുമാനം. ഓക്കെ, അതിന്റെ സോഴ്സ് എവിടെ ആയിക്കോട്ടെ, പുറത്തുള്ള സോഴ്സിൽ നിന്നാണെങ്കിലും അത് ഇന്ത്യയിൽ നിന്നാണോ ലഭിച്ചത് എങ്കിൽ അത് ഏത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലുള്ളവർക്കും അതിന്റെ മുകളിൽ ടാക്സ് കൊടുക്കണം. നോക്കൂ, ഇവിടെ ഫസ്റ്റ് വൺ എനി ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ അല്ലെ. അതായത് ഇന്ത്യയിൽ നിന്ന് ലഭിച്ച ഇൻകത്തിന് എല്ലാവർക്കും ടാക്സ് കൊടുക്കണം. അതിന് ഏത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് എന്നില്ല, അത് റെസിഡന്റ് ആയിക്കോട്ടെ, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിക്കോട്ടെ, നോൺ റെസിഡന്റ് ആയിക്കോട്ടെ, ഈ 3 പേർക്കും ഇന്ത്യയിൽ നിന്ന് ലഭിച്ച വരുമാനത്തിന്റെ മുകളിൽ ടാക്സ് കൊടുക്കണം. ദെൻ രണ്ടാമത്തെ ഇതിൽ പറയുന്നത് നോക്കൂ, റെസിപ്റ്റ് മീൻ ഇൻകം കം അണ്ടർ ദി കൺട്രോൾ ഫോർ ദി ഫസ്റ്റ് ടൈം. ഈ റെസിപ്റ്റ് എന്നുള്ളത് കൊണ്ട് ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈം ഒരു അസസിക്ക് ഫസ്റ്റ് ടൈം അയാൾക്ക് ഒരു ഇൻകം കിട്ടുകയാണ്, അതിനെ മാത്രമേ നമ്മൾ റെസിപ്റ്റ് എന്ന് പറയുള്ളൂ. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നോക്കൂ, ഇപ്പൊ ഒരു അസസിക്ക് അയാളുടെ ബിസിനസ്സിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് അയാൾക്ക് വരുമാനം കിട്ടി, ഇൻകം കിട്ടി. ഫസ്റ്റ് ടൈം അയാൾ ഇന്ത്യയിൽ നിന്നാണ് ആ വരുമാനം അയാൾ വാങ്ങുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, ഇയാൾ വീണ്ടും അതെന്ത് ചെയ്തു, അത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു 5 ലക്ഷം രൂപ ഇന്ത്യയിൽ നിന്ന് അയാൾക്ക് വരുമാനം ലഭിച്ചു. ഓക്കെ, എന്നിട്ട് ഈ 5 ലക്ഷത്തിൽ നിന്ന് ഒരു 25,000 അയാള് വേറെ എവിടേക്കെങ്കിലും അയച്ചു കൊടുത്തു അല്ലെ. അപ്പൊ പിന്നീട് ആ 25,000ന്റെ മുകളിൽ പിന്നീട് എന്ത് ചെയ്യുന്നില്ല, പിന്നീട് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് വേറൊരു കേസും കൂടെ നോക്കാം. ഒരു അസസിക്ക് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അസസിക്ക് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിൽ, അതായത് ഇന്ത്യക്ക് പുറത്ത് നിന്ന് ഒരു വരുമാനം റിസീവ് ചെയ്തു. അതായത് അയാൾക്ക് വരുമാനം കിട്ടിയത് എവിടെ നിന്നാണ്, ഇന്ത്യക്ക് പുറത്താണ് എന്ന് വിചാരിക്കുക. അതിന്റെ സോഴ്സ് ഇന്ത്യയിലാണെങ്കിൽ അയാൾക്ക് ടാക്സ് കൊടുക്കണം. പക്ഷെ അയാൾക്ക് ഇന്ത്യക്ക് പുറത്ത് നിന്നാണ്, അതിന്റെ സോഴ്സും ഇന്ത്യക്ക് പുറത്താണ്, അയാൾക്ക് വരുമാനം കിട്ടിയതും ഇന്ത്യക്ക് പുറത്താണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഫസ്റ്റ് ടൈം അയാൾ ഇൻകം റിസീവ് ചെയ്തത് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിലാണെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് അയാൾ കുറച്ച് രൂപ എടുത്തിട്ട് ഇന്ത്യൻ ബാങ്കിലേക്ക് അയാൾ അയച്ചു. അതിന് നമുക്ക് റിസീവ്ഡ് എന്ന് പറയാൻ പറ്റില്ല അല്ലെ, ഇന്ത്യയിൽ റിസീവ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഫസ്റ്റ് ടൈം അയാൾ എവിടെ നിന്നാണ് ഇത് റിസീവ് ചെയ്തത്, ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിൽ ഒരു വട്ടം അയാൾ അത് റിസീവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് അയാൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഇന്ത്യൻ ബാങ്കിലേക്ക് അയാൾ ക്യാഷ് അയക്കുകയാണെങ്കിൽ അതിന് റിസീവ്ഡ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഒരിക്കൽ റിസീവ് ചെയ്തതിന്റെ മുകളിൽ മാത്രമേ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അതായത് ഒരിക്കൽ റിസീവ് ചെയ്തിട്ടുള്ള ഇൻകത്തിന്റെ മുകളിൽ വീണ്ടും വീണ്ടും നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യില്ല. അപ്പൊ ഇവിടെ എന്താണ്, റെസിപ്റ്റ് മീൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻകം കം അണ്ടർ ദി കൺട്രോൾ ഫോർ ദി ഫസ്റ്റ് ടൈം.
ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു സോഴ്സിൽ നിന്ന് അയാൾക്ക് ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻകത്തിന്റെ മുകളിൽ മാത്രമേ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. ആ ഇൻകം ഇന്ത്യയിൽ നിന്നാണോ, ഫസ്റ്റ് ടൈം ആയിട്ട് അയാൾക്ക് ഇൻകം കിട്ടിയത് ഇന്ത്യയിൽ നിന്നാണോ എങ്കിൽ അയാൾ ടാക്സ് കൊടുക്കണം. ദെൻ അടുത്ത കേസ് പറയുന്നത് നോക്കൂ, വൺസ് റിസീവ്ഡ് അല്ലെ, നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ആണ്. ഇപ്പൊ ഒരു വട്ടം നമുക്ക് റിസീവ് ചെയ്തു, ഇൻകം കിട്ടി, എന്നിട്ട് എന്ത് ചെയ്യുന്നു, മൂവിങ് ദി മണി എൽസ്വെയർ അല്ലെ, എന്നിട്ട് അത് നമ്മൾ വേറെ എവിടേക്കെങ്കിലും അയച്ചു കൊടുത്തു. അപ്പൊ അതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കില്ല, ന്യൂ റെസിപ്റ്റ് ആയിട്ട് കണക്കാക്കില്ല അല്ലെ. അതായത് ഒരു 5 ലക്ഷം രൂപ ഒരാൾക്ക് ഫസ്റ്റ് ടൈം അയാൾ റിസീവ് ചെയ്തു, ആ 5 ലക്ഷത്തിൽ നിന്ന് അയാൾ കുറച്ച് എമൗണ്ട് വേറെ എവിടേക്കെങ്കിലും അയച്ചു കൊടുത്തു എന്ന് വിചാരിച്ചോ, അതിനെ നമ്മളൊരു പുതിയൊരു റെസിപ്റ്റ് ആയിട്ട് കണക്കാക്കില്ല. അപ്പോൾ ഒരിക്കൽ ഫസ്റ്റ് ടൈം കിട്ടിയിട്ടുള്ള റെസിപ്റ്റിന്റെ മുകളിൽ മാത്രമേ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അതിനെ മാത്രമേ നമ്മൾ എന്ത് വിളിക്കുള്ളൂ, റിസീവ്ഡ് എന്ന് വിളിക്കുള്ളൂ. ദെൻ അടുത്തത് നോക്കൂ, ഇൻകം നീഡ് നോട്ട് ബി ഇൻ ക്യാഷ്. ഇപ്പൊ ഇൻകം എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ട് മാത്രം കിട്ടുന്ന ഇൻകത്തിന് മാത്രമേ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നില്ല. കൈൻഡ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിലും അല്ലെ, കൈൻഡ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാലറി വാങ്ങിക്കുന്ന ഒരു എംപ്ലോയിക്ക് അയാൾക്ക് ഇപ്പോ അക്കോമഡേഷൻ ആയിട്ട് അല്ലെ, അതൊന്നും ക്യാഷ് ആയിട്ടല്ലല്ലോ നൽകുന്നത്, അയാൾക്ക് കൊടുക്കുന്ന പെർക്യുസൈറ്റ്സ് അല്ലെ, അതായത് ഇപ്പോ അയാൾക്ക് ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ കൊടുക്കുന്നു, ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നു. ഓക്കെ, പക്ഷെ ഇതൊക്കെ ക്യാഷ് ആയിട്ടല്ല കൊടുക്കുന്നത്, പക്ഷെ മണീസ് വർത്ത് ഉള്ള കൈൻഡ് ആണ് അല്ലെ, മണിയുടെ മൂല്യമുള്ള, അതായത് ഇപ്പൊ ഒരു അക്കോമഡേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന് മണിയുടെ മൂല്യമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലും നമ്മൾ ആ ഇൻകത്തിന്റെ മുകളിലും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ക്യാഷ് ആയിട്ട് മാത്രം കിട്ടുന്ന റെസിപ്റ്റിന്റെ മുകളിൽ മാത്രമല്ല നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കൈൻഡ് ആയിട്ട് അല്ലെ, കൈൻഡ് ആയിട്ട് കിട്ടുന്നതിന്റെ മുകളിലും നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഇനി നമുക്കറിയാം, ഒരു നോൺ റെസിഡന്റ് ആണെങ്കിൽ അയാളുടെ ഫോറിൻ ഇൻകം, അതായത് അയാളുടെ ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിൽ നിന്ന് അയാൾക്ക് ഒരു ഇൻകം കിട്ടി, അത് അയാൾ ആദ്യമായിട്ട് ആക്ച്വലി റിസീവ് ചെയ്തത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ മാത്രമേ അയാൾക്ക് എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ എന്താ പറയുന്ന നോക്കൂ, ഒരു നോൺ റെസിഡന്റ് അല്ലെ, ഒരു നോൺ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ടാക്സ് കൊടുക്കണം. ഒരു നോൺ റെസിഡന്റ് അയാൾക്ക് ഫോറിൻ ഇൻകം കിട്ടി, ഫോറിൻ ഇൻകം കിട്ടിയത് ഫോറിൻ കൺട്രിയിൽ നിന്നാണെങ്കിൽ, റിസീവ് ചെയ്തത് ഫോറിൻ കൺട്രിയിൽ നിന്നാണെങ്കിൽ അയാൾ ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, പക്ഷേ ഒരു ഫോറിൻ ബിസിനസ്സിൽ നിന്ന്, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ബിസിനസ്സിൽ നിന്ന് ഒരു നോൺ റെസിഡന്റിനെ ഇന്ത്യയിലേക്ക് ഫസ്റ്റ് ടൈം അയാള് ആ ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ മുകളിൽ അയാൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ദെൻ നോക്കൂ, ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ അല്ലെ, ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇപ്പോ ഇന്ത്യയിൽ നിന്ന് ലഭിച്ചതായി കണക്കാക്കപ്പെടുന്ന ചില ഇൻകംസ് ഉണ്ട്. ഏതൊക്കെയാണ് അത് നോക്കൂ. അതായത് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചതായിട്ട് കണക്കാക്കും. അതാണ് നമ്മൾ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ ഫസ്റ്റ് വൺ, സെക്ഷൻ 80CC(d) പ്രകാരം ഒരു എംപ്ലോയിയുടെ അക്കൗണ്ടിലേക്ക് സെൻട്രൽ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ. അപ്പൊ അങ്ങനെ അത് അയാൾക്ക് നേരിട്ട് കിട്ടിയിട്ടില്ല, അത് അയാൾക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് അയാളുടെ സെക്ഷൻ 80CC(d) പ്രകാരം ആ ഒരു എംപ്ലോയിയുടെ അക്കൗണ്ടിലേക്ക് സെൻട്രൽ ഗവൺമെന്റ് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് കിട്ടേണ്ട വരുമാനമാണ് അല്ലെ, ഇന്നല്ലെങ്കിൽ നാളെ അയാൾക്ക് അത് കിട്ടും അല്ലെ, അതാണ് ഡീംഡ് ടു ബി റിസീവ്ഡ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ലഭിച്ചതായി, ഇന്ത്യയിൽ നിന്ന് ലഭിച്ചതായി കണക്കാക്കപ്പെടുന്ന ചില ഇൻകം ആണത് അല്ലെ. അപ്പോ അതാണ് ഒന്നാമത്തത്. അപ്പൊ ഈ ഇൻകം എന്താണ്, ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ അതിന് ടാക്സ് കൊടുക്കണം. Then second point നോക്കൂ, employee contribution to recognized provident fund exceeding 12% of salary. എന്താ പറയുന്നത്, ഒരു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഒരു എംപ്ലോയർ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ, അതായത് എംപ്ലോയർ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എംപ്ലോയിയുടെ സാലറിയുടെ 12%-നേക്കാളും കൂടുതലാണെങ്കിൽ അല്ലെ, ഇപ്പൊ 12% വരെ ഓക്കെയാണ്, അതിനേക്കാളും കൂടുതലാണെങ്കിൽ ആ കൂടിയ ഭാഗത്തിന്റെ മുകളില് എന്താണ്, അത് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്.
ഓക്കെ, അതായത് ഇപ്പോ ഒരു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഒരു എംപ്ലോയർ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എംപ്ലോയിയുടെ സാലറിയുടെ 12%-നേക്കാളും കൂടുതലാണെങ്കിൽ ആ എക്സസ് ആയിട്ടുള്ള ഭാഗം എന്താണ്? ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഇപ്പൊ ഒരു 13% ആണ് ഒരു എംപ്ലോയർ ഈ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയിയുടെ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് വിചാരിച്ചോ. അപ്പൊ ഇവിടെ നോക്കൂ, ആ 1% 12%-നേക്കാളും അധികമായിട്ടുള്ള ആ ഒരു 1% എന്താണ്? ഇന്ത്യയിൽ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ കണക്കാക്കും. അതേപോലെ തന്നെ മൂന്നാമത്തെ കേസ് എന്താ പറയുന്നത്? ഇൻട്രസ്റ്റ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എക്സീഡിങ് 9.5% പെർ ആനം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് നമ്മൾ ഓൾറെഡി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അത് 9.5%-നേക്കാളും കൂടുതലാണെങ്കിൽ ആ എക്സസ് എമൗണ്ട് എന്താണ്? അത് ഇന്ത്യയിൽ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയിട്ട് കണക്കാക്കും. ഓക്കെ, ഇൻ നെക്സ്റ്റ് കേസ് എന്താ പറയുന്നത്? ട്രാൻസ്ഫേർഡ് ബാലൻസ് അല്ലെ, ഫ്രം അൺറെക്കഗ്നൈസ്ഡ് ടു റെക്കഗ്നൈസ്ഡ്. അതായത് ഒരു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് നമ്മൾ മാറ്റിയിട്ടുള്ള ബാലൻസ്, അതാണ് ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നും എന്താണ് അതിൽ നിന്നുള്ള എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അല്ലെ, അതേപോലെ തന്നെ അതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയിട്ട് കണക്കാക്കുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത കേസ് പറയുന്നത് നോക്കൂ, ഇൻകം അക്രൂവിംഗ് ഓർ എറൈസിംഗ് ഇൻ ഇന്ത്യ അല്ലെ, അതായത് ഇന്ത്യയിൽ നിന്ന് ഉണ്ടായ വരുമാനം അല്ലെങ്കിൽ എന്താണ് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സോഴ്സിൽ നിന്നുള്ള വരുമാനം. ഇവിടെ നോക്കൂ, ഇവിടെ ഈ എക്രൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്രൂസ് എന്ന് പറയുമ്പോൾ ആ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സോഴ്സിൽ നിന്ന് അയാൾക്ക് ഇൻകം കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. കിട്ടിയിട്ടില്ലെങ്കിലും അയാൾക്ക് കിട്ടാനുള്ള അവകാശമുണ്ട്. അതാണ് എക്രൂസ് എന്ന് പറയുന്നത്. എറൈസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ച്വലി ആ ഇന്ത്യയിൽ നിന്നുള്ള സോഴ്സിൽ നിന്ന് അയാൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ കിട്ടിയിട്ടില്ല, എക്രൂസ് ആണ്. അതായത് കിട്ടാനുള്ള അവകാശമുണ്ട്, അയാൾക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ കിട്ടാനുള്ള റൈറ്റ് അയാൾക്കുണ്ട്. ദെൻ എറൈസസ് എന്താണ്? ഇവിടെ എന്താണ് ഈ ഒരു അയാളുടെ ഇന്ത്യൻ സോഴ്സിൽ നിന്നുള്ള ഒരു വരുമാനം അയാളുടെ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്തു, മീൻസ് കിട്ടിയതായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ അയാൾ ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്രൂർ എറൈസസ് ഇന്ത്യയിൽ നിന്നുണ്ടായ വരുമാനമാണോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള സോഴ്സിൽ നിന്ന് അയാൾക്ക് ഒരു അസസിക്ക് കിട്ടാനുള്ള അവകാശമുണ്ടോ എങ്കിൽ അതിനെ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണം അല്ലെ. പിന്നെ ഇവിടെ നോക്കൂ, ഇനി ഇൻകം അക്രൂ ഓർ അറൈസ് ഇൻ ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ ആണെങ്കിലോ അല്ലെ, അതായത് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനമാണ്. അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പുറത്താണ്, ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ ആണ്, ഇന്ത്യക്ക് പുറത്താണ് എങ്കിൽ നോൺ റെസിഡന്റിന് അത് ടാക്സബിൾ അല്ല അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് എന്ത്, നോൺ റെസിഡന്റിനും അതേപോലെ തന്നെ നോട്ട് ഓർഡിനറി റെസിഡന്റിനും ടാക്സബിൾ അല്ല. അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ ടാക്സബിൾ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ഇൻകം ഡീംഡ് ടു ബി അക്രൂ ഓർ അറൈസസ് ഇൻ ഇന്ത്യ, എപ്പോഴാണ് ഇന്ത്യയിൽ ഉണ്ടായതായിട്ട് കണക്കാക്കപ്പെടുന്ന വരുമാനങ്ങൾ. അപ്പൊ ഏതൊക്കെയാ നോക്കൂ, ഇപ്പൊ ഇവിടെ ഒരു ഫോറിൻ ബിസിനസ്, ഫസ്റ്റ് പോയിന്റ് ആണ് ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ. ഒരു ഫോറിൻ ബിസിനസ്, ആ ഫോറിൻ ബിസിനസ് അതിന്റെ സോഴ്സ് മീൻസ് ആ ബിസിനസ് നിലനിൽക്കുന്നത് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിലാണ്. പക്ഷെ ആ ബിസിനസ്സിന് ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോറിൻ കമ്പനിയുടെ സബ്സിഡിയറി കമ്പനി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അല്ലെ, അതേപോലെ തന്നെ പാരന്റ് കമ്പനി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനി അവരുടെ ഏജൻസി വഴി ഇന്ത്യയിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ, അപ്പൊ ആ ഒരു കേസുകളിലൊക്കെ എന്താണ്, ഒരു ഫോറിൻ ബിസിനസ്സിന് ഇന്ത്യയുമായിട്ട് ബിസിനസ് കണക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ബിസിനസ് കണക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ എന്തായിട്ട് പറയും, അക്രൂസ് ഓർ എറൈസസ്, ഡീംഡ് ടു ബി അക്രൂസ് ഓർ എറൈസസ് ഇൻ ഇന്ത്യ. അതായത് ഒരു ഫോറിൻ കമ്പനി അല്ലെങ്കിൽ ഒരു ഫോറിൻ ബിസിനസ് അവർക്ക് എന്തെങ്കിലും ഇന്ത്യയുമായിട്ട് പല ബിസിനസ് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തായിട്ട് കണക്കാക്കും, ഇന്ത്യയിൽ നിന്ന് ഉണ്ടായ വരുമാനമായിട്ട് കണക്കാക്കും.
അല്ലെ? ആ ബിസിനസ് കണക്ഷനിൽ നിന്നുള്ള വരുമാനം ഇന്ത്യയിൽ നിന്നുണ്ടായ വരുമാനമായിട്ട് കണക്കാക്കും. ദെൻ നോക്കൂ അടുത്തത്, പ്രോപ്പർട്ടി ഓർ അസറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഉണ്ടായ അസറ്റോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ അതിന്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്താണ്? അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഡീംഡ് ടു ബി അക്രൂസ് ഓർ അറൈസസ് ഇൻ ഇന്ത്യ എന്നുള്ള പേരിൽ കണക്കാക്കുന്നു. ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, ഇൻട്രസ്റ്റ്, റോയൽറ്റി ഓർ ടെക്നിക്കൽ ഫീസ് പേയബിൾ ബൈ പേഴ്സൺ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലുള്ള വ്യക്തി, അത് ഇന്ത്യൻ ഗവൺമെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നോൺ റെസിഡന്റ് ആയിട്ടുള്ള വ്യക്തി അയാളുടെ ഇന്ത്യയിലുള്ള ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്നോ അയാൾ എന്ത് ചെയ്യാണ്? റോയൽറ്റി, ഫീസ്, ടെക്നിക്കൽ ഫീസ് ഇത് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പോഴും എന്താണ് അതിന്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയാണ് അല്ലെ? ഇപ്പൊ ഒരു ഗവൺമെന്റ് നോൺ റെസിഡന്റിന് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അല്ലെ, നോൺ റെസിഡന്റിന് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ സോഴ്സ് ഇന്ത്യയാണ് അല്ലെ? അതുപോലെ തന്നെ ഒരു ഇന്ത്യയിൽ റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി വേറെ ആർക്കെങ്കിലും റോയൽറ്റിയോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീസോ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസുകളിലും എന്ത് ചെയ്യുന്നു? അതിനെയും നമ്മൾ എന്ത് കണക്കാക്കും? ഡീംഡ് ടു ബി അക്രൂസ് ഓർ അറൈസസ് ഇൻ ഇന്ത്യ ആയിട്ട് കണക്കാക്കും. ഓക്കെ, അപ്പൊ ഇവിടെ റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയിൽ ആക്ച്വലി റിസീവ് ചെയ്തിട്ടുള്ള ഇൻകം. ഫസ്റ്റ് ടൈം ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ നിന്ന് ഇൻകം വന്നോ എങ്കിൽ അതിന്റെ മുകളിൽ എല്ലാ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലുള്ളവരും ടാക്സ് കൊടുക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഡീംഡ് ടു ബി അറൈസസ് ഇൻ ഇന്ത്യ. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇവ എന്തായി കണക്കാക്കും? ഇന്ത്യയിൽ നിന്ന് ലഭിച്ച വരുമാനമായിട്ട് കണക്കാക്കും അല്ലെ? പിന്നെ അക്രൂസ് ഓർ അറൈസസ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ആണ് അതിന്റെ സോഴ്സ് അല്ലെ? ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ, ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന, ഇന്ത്യയിലുള്ള ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഫ്രം പ്രൊഫഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അല്ലെങ്കിൽ ഇൻകം ഫ്രം ഫിക്സ്ഡ് അസറ്റ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ അതെ. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ എന്താണ്? ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതിന് എവിടെ നിന്ന് റിസീവ് ചെയ്താലും, ഇന്ത്യക്ക് പുറത്ത് നിന്ന് റിസീവ് ചെയ്താലും സോഴ്സ് ഇന്ത്യ ആണോ എങ്കിൽ അയാൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കൈൻഡ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഡീംഡ് ടു ബി അക്രൂ ഓർ അറൈസസ് ഇൻ ഇന്ത്യ ആണ് അല്ലെ? അതിന്റെ നെക്സ്റ്റ് പാർട്ടാണ് സാലറി പേയബിൾ ബൈ ദി ഗവൺമെന്റ് ടു സിറ്റിസൺ ഓഫ് ഇന്ത്യ ഫോർ ദി സർവീസ് റെൻഡേർഡ് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ അല്ലെ? അതായത് ഇപ്പോ ഒരു എംപ്ലോയിക്ക് അയാളുടെ പുറത്തു പോയി, അതായത് പുറത്തുള്ള സർവീസ്, അതായത് ഇന്ത്യക്ക് പുറത്ത് അയാൾ എന്തെങ്കിലും ജോലി ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് അയാൾക്ക് സാലറി കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. അതായത് ഇപ്പൊ ചിലപ്പോൾ വേണമെങ്കിൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യാണ്? ഇപ്പൊ 2-3-4 മാസത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട്, വേറെ ഇപ്പോ ഔട്ട്സൈഡ് ഇന്ത്യയിൽ പോയിട്ട് ഗവൺമെന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുകയാണ്. പക്ഷെ അതിന്റെ സാലറി ആരാ കൊടുക്കുന്നത്? ഇന്ത്യൻ ഗവൺമെന്റ് ആണെങ്കിൽ അതിന്റെ സോഴ്സ് എവിടെയാണ്? ഇന്ത്യയാണ് അല്ലെ? അപ്പോഴും നമ്മൾ എന്തായിട്ട് കണക്കാക്കും? ഡീംഡ് ടു ബി അക്രൂസ് ഓർ അറൈസസ് ഇൻ ഇന്ത്യ എന്നുള്ള ലേബലിൽ വരും. ഇനി അതുപോലെ തന്നെ അടുത്ത നോക്കൂ, എനി സാലറി പേയബിൾ ഫോർ സർവീസ് റെൻഡേർഡ് ഇൻ ഇന്ത്യ. ഇനിയിപ്പോ ഒരു നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അയാൾ എന്ത് ചെയ്യാണ്? ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലുള്ള എന്തെങ്കിലും ഒരു ജോലി ചെയ്യാണ്. അപ്പൊ അതിന് ആ ഒരു ജോലി ചെയ്തതിന് പകരമായിട്ട് ഇന്ത്യയിൽ അയാൾക്ക് സാലറി കിട്ടി. ഓക്കെ, അപ്പോഴും എന്താണ്? അതും ഇന്ത്യയിൽ നിന്നുണ്ടായ സോഴ്സ് ആണ് അല്ലെ? ഇന്ത്യ ആണ് സോഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഡീംഡ് ടു ബി അക്രൂ ഓർ അറൈസസ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിൽ ഉണ്ടായതായി കണക്കാക്കപ്പെടും. അതുപോലെ തന്നെ നോക്കൂ, ഇൻകം ഫ്രം ട്രാൻസ്ഫർ ഓഫ് എനി ക്യാപിറ്റൽ അസറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ അല്ലെ? ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് അസറ്റ് അല്ലെ? ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് അസറ്റ് നമ്മൾ വിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അത് ചിലപ്പോ റിസീവ് ചെയ്തത് ഔട്ട്സൈഡ് ഇന്ത്യയിലായിരിക്കാം, എന്നാൽ പോലും അത് ഇന്ത്യയിൽ നിന്നുണ്ടായ വരുമാനമാണ്. അപ്പൊ ഏത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലുള്ളവർക്കും എന്ത് കൊടുക്കണം? അതിന്റെ മുകളിൽ ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ചുരുക്കിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, ഇവിടെ നമ്മുടെ ഇൻസിഡൻസ് ഓഫ് ടാക്സ്, അതായത് ഒന്ന് നമ്മൾ ഇതിന്റെ ബേസിൽ എങ്ങനെയൊക്കെയാണ് ടാക്സ് കൊടുക്കുന്നത് എന്ന് നമുക്ക് ഒരു ടേബിൾ രൂപത്തിൽ ഒന്ന് സമ്മറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ഫസ്റ്റത്തെ കേസ് എന്താ പറയുന്നത്? ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ അല്ലെ? ഇൻകം ഇന്ത്യയിലാണ് അയാൾക്ക് ലഭിച്ചത് എങ്കിൽ അയാള് ഏത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആയിക്കോട്ടെ അയാൾക്ക്
എന്ത് കൊടുക്കണം? എല്ലാവർക്കും, അതായത് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിനും നോട്ട് ഓർഡിനറി റെസിഡന്റിനും നോൺ റെസിഡന്റിനും ടാക്സ് കൊടുക്കണം. ഇപ്പൊ ഇവിടെ ചിലപ്പോ അയാൾക്ക് ഇൻകത്തിന്റെ സോഴ്സ്, ഉറവിടം എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലായിരിക്കാം. പക്ഷെ അയാൾക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഫസ്റ്റ് ടൈം കിട്ടുന്നത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഈ 3 പേരും ടാക്സബിൾ ആണ്. then അടുത്തത് നോക്കൂ, ഇൻകം വിച്ച് അക്രൂസ് ഓർ എറൈസസ് ഓർ ഡീംഡ് ടു ബി അക്രൂസ് ഓർ എറൈസസ് ഇൻ പ്രീവിയസ് ഇയർ, അല്ലെ, ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുണ്ടായ ഒരു സോഴ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് ആ വരുമാനം ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അത് ചിലപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബിസിനസ്സിൽ നിന്ന് അയാൾക്ക് ഇൻകം വന്നു. പക്ഷെ അത് അയാൾ മേടിച്ചത് എവിടെ നിന്നാണ്? ചിലപ്പോൾ ദുബായിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ ആണെങ്കിലും, റിസീവ് ചെയ്തത് വേറെ എവിടെ നിന്നാണെങ്കിലും സോഴ്സ് ഇന്ത്യയിലാണോ എങ്കിൽ ഈ 3 ആൾക്കാരും, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആയിക്കോട്ടെ, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിക്കോട്ടെ, നോൺ റെസിഡന്റ് ആയിക്കോട്ടെ, ഇവർ 3 പേരും ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി അതുപോലെ തന്നെ ഒരു വ്യക്തി അതിന്റെ ഇൻകം, അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിലാണ്. അതേപോലെ തന്നെ അത് റിസീവ് ചെയ്തതും ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിലാണ്. ഓക്കെ, പിന്നെ അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിലാണ്. ഓക്കെ, ശ്രദ്ധിക്കണം, ഒരു ഇൻകത്തിന്റെ സോഴ്സ് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയാണ്, അത് റിസീവ് ചെയ്തതും ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിൽ നിന്നാണ്. പക്ഷെ അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ അവിടെ നമുക്കറിയാം റെസിഡന്റ്, നമ്മുടെ ഓർഡിനറി റെസിഡന്റ് ഏത് സോഴ്സ് ഓഫ് ഇൻകത്തിനും ടാക്സ് കൊടുക്കണം. പിന്നെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിലാണ് എന്ന് പ്രത്യേകം പറയുന്നത് കൊണ്ട് തന്നെ നോട്ട് ഓർഡിനറി റെസിഡന്റും ടാക്സ് കൊടുക്കണം, അല്ലെ? നോൺ റെസിഡന്റിന് എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. അതായത് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനത്തിന് ആര് ടാക്സ് കൊടുക്കണ്ട? നോൺ റെസിഡന്റ് ടാക്സ് കൊടുക്കണ്ട. ഇനി വേറൊരു കേസ് നോക്കൂ. ഇനി ഒരു ഇൻകത്തിന്റെ സോഴ്സ് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയാണ്, അത് റിസീവ് ചെയ്തതും ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിലാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എന്താ? അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിലാണ് എന്ന് പറയുന്നില്ല, അതിന്റെ സോഴ്സ് ഇന്ത്യയിലാണ്, ഇന്ത്യക്ക് പുറത്താണ്, അത് റിസീവ് ചെയ്തതും ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിലാണ് എന്നുണ്ടെങ്കിൽ ആര് മാത്രം ടാക്സ് കൊടുത്താൽ മതി? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ടാക്സ് കൊടുത്താൽ മതി. കാരണം നമുക്കറിയാം റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റിന് എല്ലാ സോഴ്സ് ഓഫ് ഇൻകത്തിന്റെ മുകളിലും ടാക്സ് കൊടുക്കണം, അല്ലെ? പക്ഷെ നോട്ട് ഓർഡിനറി റെസിഡന്റും നോൺ റെസിഡന്റും ടാക്സ് കൊടുക്കണ്ട. ഇവിടെ പറയാണ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിലാണ് എന്ന് പറയുമ്പോൾ മാത്രമേ നോട്ട് ഓർഡിനറി റെസിഡന്റ് ടാക്സ് കൊടുത്താൽ മതിയാവും. ഇനി വേറൊരു കേസ് നോക്കൂ. ഒരു ഇൻകത്തിന്റെ സോഴ്സ് പുറത്താണ്, ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയാണ്, അത് റിസീവ് ചെയ്തതും ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയാണ്. പക്ഷെ എന്നാണ് അത് റിസീവ് ചെയ്തത്? പ്രീവിയസ് ഇയറിന്റെ മുമ്പുള്ള വർഷങ്ങളിലാണ് അത് റിസീവ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ പ്രീവിയസ് ഇയറിൽ അത് എന്താ റെമിറ്റൻസ്, അല്ലെ? റെമിറ്റൻസ് അതായത് റെമിറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അയച്ചു കൊടുക്കുക, അല്ലെ? അതായത് മുമ്പുള്ള വർഷങ്ങളിൽ ഉണ്ടായ ഇൻകം എന്ത് ചെയ്യാണ്? ഈ പ്രീവിയസ് ഇയറിൽ നമ്മൾ ഇന്ത്യയിലേക്ക് അയച്ചു കൊടുത്തു എന്ന് വിചാരിച്ചോ. അപ്പൊ അത് ഈ വർഷത്തെ ഇൻകം അല്ല, ഈ വർഷം റിസീവ് ചെയ്ത ഇൻകം അല്ല. നമുക്കറിയാം ഇൻകം റിസീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ടൈം അയാൾ റിസീവ് ചെയ്തത് മാത്രമേ ഇൻകം ആയിട്ട് കണക്കാക്കുകയുള്ളൂ, അല്ലെ? അതായത് ഒരു വട്ടം അയാൾ റിസീവ് ചെയ്തു, പിന്നീട് അത് അയാൾ ആ ഇൻകത്തിൽ നിന്ന് വേറെ എവിടേക്കെങ്കിലും അത് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെ? ഒരു ഇൻകത്തിന്റെ മുകളിൽ ഒരൊറ്റ വട്ടം മാത്രം ടാക്സ് കൊടുത്താൽ മതി. അപ്പൊ ആ ഒരു കേസിൽ ഈ 3 പേർക്കും എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട.